Hello all, welcome to ICA classes. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ അല്ലേ? ഈ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യൂഷ്വൽ ആയിട്ടുള്ള എയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 9 to 13 9 മുതൽ 13 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു പോർഷനാണ്. ആൻഡ് 9 മുതൽ 13 മാർക്ക് എന്ന് പറയുമ്പോൾ വളരെ വെയിറ്റേജ് കൂടിയ മാർക്ക് തന്നെയാണ്. ഓക്കെ അല്ലേ? നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അങ്ങനെയുള്ള എക്സാംസിൻ്റെ എയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ അല്ലേ, വളരെ കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള, അതായത് 40 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് വരെ നമുക്ക് അനുമാനിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. വീണ്ടും പറയാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ആൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ സിലബസ് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വാസ്റ്റ് തിയറിയാണ്. ഒരുപാട് തിയറി പോയിന്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? ഒരുപാട് IS സ്റ്റാൻഡേർഡ് വാല്യൂസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റൂ, നമ്മൾ ഓർത്തിരുന്നേ പറ്റൂ. ഓക്കെ, സോ എന്തെങ്കിലും രീതിയിലുള്ള നമുക്ക് അത്തരത്തിലുള്ള രീതി ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. ഓക്കെ, ഒരുപാട് രീതിയിൽ നോട്ട് നമുക്ക് എഴുതാനുണ്ട്. സോ പ്രോപ്പറായിട്ട് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, യെസ്, പ്രോപ്പറായിട്ടുള്ള റിവിഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം തിയറി ടോപ്പിക്കാണ്. ഓക്കെ, ഒരു തവണ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പിന്നെ നമ്മൾ മറിച്ച് നോക്കിയില്ലെങ്കിൽ അത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് നമ്മൾ സിലബസ് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻലി 4 സെഷൻസ് ആണ് പറയാനുള്ളത്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ 4 സെഷൻസ് ആണുള്ളത്. ഒന്ന് റോ വാട്ടർ എഞ്ചിനീയറിംഗ്. ഓക്കെ അല്ലേ? സെക്കൻഡ് വൺ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ആണ്. ഫസ്റ്റ് വൺ ഏതാണ്? റോ വാട്ടർ എഞ്ചിനീയറിംഗ്. സെക്കൻഡ് വൺ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്. വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്. Then third one, air and noise pollution. Air and noise pollution. ഇതാണ് നമ്മുടെ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗിന്റെ മൊത്തം സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കോമൺ ആയിട്ടുള്ള ഈകളുടെ മൊത്തം സിലബസ് എന്ന് പറയുന്നത് എന്താണ്? ഈ 3 ടോപ്പിക്സ് ആണ്. റോ വാട്ടർ എഞ്ചിനീയറിംഗ്, വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് എയർ നോയ്സ് ആൻഡ് പൊല്യൂഷൻ ആണ്. നമ്മൾ PCB പോലത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സിലബസിൽ നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി എക്സ്ട്രാ വരാറുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ഈകൾക്കില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സിലബസിൽ മാത്രം നമുക്ക് എന്ത് കാണാം? എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കും കൂടി കാണാം. സോ നമ്മുടെ ടോപ്പിക്കിൽ, നമ്മുടെ ഈ സെഷനിൽ അതും കൂടി ഇൻക്ലൂഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? റോ വാട്ടർ എഞ്ചിനീയറിംഗ്, വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് എയർ ആൻഡ് നോയ്സ് പൊല്യൂഷൻസ് ആണ്. ഓക്കെ അല്ലേ? എയർ ആൻഡ് നോയ്സ് പൊല്യൂഷൻസ് ആണ്. ഈസ് ദാറ്റ് ഓക്കെ? പോയിന്റ് ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് കൂടുതൽ ഡിലേ ഇല്ലാതെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഈസ് റോ വാട്ടർ എഞ്ചിനീയറിംഗ് ആണ്. റോ വാട്ടർ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ എന്താണ് റോ വാട്ടർ എന്ന് പറയണം? എന്താണ് റോ വാട്ടർ എന്ന് പറയണം? ഓക്കെ, എന്താണ് റോ വാട്ടർ? നമുക്കറിയാം, നമ്മളൊക്കെ ഡെയിലി യൂസിന് വേണ്ടി നമുക്ക് വാട്ടർ അവൈലബിൾ ആണ്. കേരളത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വീടുകളിലും കിണർ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള വാട്ടർ സോഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? സോ ആ പോയിന്റ് ഓഫ് വ്യൂ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കണം. അതായത് വെള്ളം സ്വന്തമായിട്ട് നമുക്ക് അവൈലബിൾ അല്ലാത്ത, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വഴിയോ പൈപ്പ് സിസ്റ്റം വഴിയോ വീടുകളിലേക്ക് വെള്ളം എത്തുന്ന സിസ്റ്റമാണ്. ഓക്കെ അല്ലേ? നമ്മളെ കേരളത്തിനപ്പം ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ വാട്ടറിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലേ? രാവിലെ 2 മണിക്കൂർ മാത്രം വെള്ളം എത്തും, വൈകിട്ട് 2 മണിക്കൂർ മാത്രം വെള്ളം എത്തും, അല്ലെങ്കിൽ പൈപ്പ് സിസ്റ്റത്തിലൂടെ മാത്രമേ നമ്മുടെ വീടുകളിലേക്ക് വെള്ളം എത്തൂ എന്ന് പറയപ്പെടുന്ന സിറ്റുവേഷൻ വേണം ചിന്തിക്കാൻ. ഓക്കെ അല്ലേ? യെസ്, സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വാട്ടർ എത്തിക്കണമെങ്കിൽ നമ്മൾ ആ വാട്ടറിനെ എവിടെന്നെങ്കിലും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആ വാട്ടറിനെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് മനുഷ്യന്മാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കുടിക്കാൻ പറ്റുന്ന രീതിയിൽ, കുളിക്കാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാട്ടറിന് ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തേ പറ്റും. ഓക്കെ അല്ലേ? സോ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് അവൈലബിൾ ആവുന്ന വാട്ടറിനെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് കമ്മ്യൂണിറ്റിയിലേക്ക് പറഞ്ഞയക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്, ഈ സോഴ്സ് ഓഫ് വാട്ടർ എവിടെ നിന്നാവാം? ചിലപ്പോൾ അടുത്തുള്ള റിവർ ആവാം അല്ലേ, ഓഷ്യൻ ആവാം, ലേക്ക് ആവാം, കനാൽ ആവാം. ഈ പറയുന്ന സോഴ്സിൽ നിന്നൊക്കെ ഉള്ള വാട്ടർ നമുക്ക് റെഡിലി എന്താണ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൽ നമുക്ക് ദോഷകരമായ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട പല സാധനങ്ങളും ഇല്ലാതിരിക്കാം. സോ ഇതിനെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? റോ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് വാട്ടർ, ഓർ ഇറ്റ് ഈസ് ദാറ്റ് വാട്ടർ which is available from the source, that has not undergone any artificial treatments. ഒരു തരത്തിലും
ട്രീറ്റ്മെന്റ് നടത്തപ്പെടാത്ത ഒരു തരത്തിലും ട്രീറ്റ്മെന്റ് ചെയ്യപ്പെടാത്ത വാട്ടറിനാണ് നമ്മൾ എന്ത് പറയുന്നത് റോ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയറക്ട്ലി സോഴ്സിന് കിട്ടുന്ന വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് റോ വാട്ടർ ആണ്. ചോദിക്കാറുണ്ട് ഡെഫിനിഷൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നോ ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെന്റ്, ഒരു തരത്തിലും ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെന്റ് നടത്തപ്പെടാത്ത വാട്ടറിനാണ് നമ്മൾ എന്ത് പറയുന്നത് റോ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ബേസിക് ഡെഫിനിഷൻ. റോ വാട്ടർ എന്താണെന്ന് അറിയണം. ഇനി ഇങ്ങനെ കിട്ടുന്ന റോ വാട്ടറിനെ നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ കണ്ടമാനം ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ആവശ്യമുള്ളത്ര ട്രീറ്റ് ചെയ്താൽ മതി, എന്നാലല്ലേ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് നമ്മുടെ കയ്യിൽ നിൽക്കുള്ളൂ. സോ ആദ്യം നമ്മൾ എന്തറിയണം, ഈ റോ വാട്ടറിന്റെ ഓൾറെഡി ഉള്ള ക്വാളിറ്റി എങ്ങനെയുണ്ട് നമ്മൾ അറിയണം. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അതിനു മുമ്പ് ദ റഫ് ഡയഗ്രമാറ്റിക് സ്കീം, ദ വെരി റഫ് ഡയഗ്രമാറ്റിക് സ്കീം ഓഫ് വാട്ടർ സപ്ലൈ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ റഫ് ആയിട്ടുള്ള ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിന്റെ ആവശ്യം നമുക്കുണ്ട്, ശ്രദ്ധിക്കാം. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ആദ്യം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സോഴ്സ് അവൈലബിൾ ആയിരിക്കും. സോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ റിവർ ആവാം, കനാൽ ആവാം, ലേക്ക് ആവാം. ഓക്കെ, വാട്ടർ അവൈലബിൾ ആവുന്ന എന്ത് തരത്തിലുള്ള സോഴ്സും, അത് സബ് സർഫസ് ആവാം, സർഫസ് സോഴ്സ് ആവാം, അല്ലെ അണ്ടർഗ്രൗണ്ട് സർഫസ് ആവാം. അതായത് അണ്ടർഗ്രൗണ്ട് മീൻസ് ഗ്രൗണ്ട് സർഫസ് എന്ന് പറയും, ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയും, അല്ലെങ്കിൽ സബ് സർഫസ് ഭൂമിക്കടിയിലുള്ള വാട്ടർ ആവാം. ഏതെങ്കിലും രീതിയിലുള്ള സോഴ്സ് ഓഫ് വാട്ടറിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വാട്ടർ കളക്ട് ചെയ്യാണ് ത്രൂ സം പൈപ്പ് സിസ്റ്റം. ഓക്കെ അല്ലേ? സോ ഇത് പൈപ്പ് സിസ്റ്റം ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് എത്തിക്കുന്നത്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കാണ്. വളരെ റഫ് ആയിട്ടുള്ള ഫ്ലോ ഡയഗ്രാമാണ് കാണിക്കുന്നത്. ഓക്കെ, സോ സോഴ്സിൽ നിന്നും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് എത്തിക്കുന്ന പൈപ്പ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഇത് കൺവേയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. കൺവേയൻസ് സിസ്റ്റം. ഓക്കെ അല്ലേ? സോ ചോദിക്കാറുണ്ട് എന്താണ് കൺവേയൻസ് സിസ്റ്റം? ഇറ്റ് ഈസ് ദ പൈപ്പ് സിസ്റ്റം. എഴുതിക്കോളൂ, ഇറ്റ് ഈസ് ദ പൈപ്പ് സിസ്റ്റം ദാറ്റ് ക്യാരീസ് വാട്ടർ ഫ്രം ദ സോഴ്സ് ടു ദ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഇറ്റ് ഈസ് ദ പൈപ്പ് സിസ്റ്റം ദാറ്റ് ക്യാരീസ് വാട്ടർ ഫ്രം ദ സോഴ്സ് ടു ദ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ചോദ്യം ഒന്നാണത്. ഓക്കെ അല്ലേ? നൗ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ എങ്ങോട്ട് എത്തിക്കും, നമ്മൾ അതിനെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കും. ഓക്കെ അല്ലേ? യെസ്, കമ്മ്യൂണിറ്റി, അതായത് നമ്മളിലേക്ക് എത്തിക്കും ത്രൂ സം അതർ പൈപ്പ് സിസ്റ്റം. അല്ലേ? വാട്ടർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ സം അതർ പൈപ്പ് സിസ്റ്റം വഴി നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കും. ആ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുന്ന ഈ പൈപ്പ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണം, കൺവേയൻസ് സിസ്റ്റം എന്താണ്, പൈപ്പ് സിസ്റ്റമാണ്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ത് തന്നെയാണ്, പൈപ്പ് സിസ്റ്റമാണ്. കുറെ പൈപ്പുകൾ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഓക്കെ അല്ലേ? കൺവേയൻസ് സിസ്റ്റം എന്താണ്, വിച്ച് ക്യാരീസ് വാട്ടർ ഫ്രം ദ സോഴ്സ് ടു ദ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണ്, ഇറ്റ് ഈസ് ദ പൈപ്പ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ പൈപ്പ് സിസ്റ്റം വിച്ച് ക്യാരി വാട്ടർ ഫ്രം ദ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ടു ദ കമ്മ്യൂണിറ്റി. ഓക്കെ അല്ലേ? യെസ്. ഇനി കമ്മ്യൂണിറ്റിയിൽ വാട്ടർ എഴുതണേ, എല്ലാ ഡെഫിനേഷനും എഴുതണം. രണ്ടും ചോദ്യമാണ്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ളത് എന്താണ് എന്നുള്ളത് ചോദ്യമാണ്, കൺവേയൻസ് സിസ്റ്റം എന്താണ് എന്നുള്ളത് ചോദ്യമാണ്. രണ്ടും എന്താണ്, പൈപ്പ് നെറ്റ്വർക്കാണ്. എവിടെ നിന്ന് എങ്ങോട്ട് വാട്ടർ എത്തിക്കുന്നു എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. നൗ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ, നമ്മൾ വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ എന്തായി, വാട്ടർ വേസ്റ്റ് ആയില്ലേ? അല്ലേ? നമ്മൾ പാത്രം കഴുകാനും കുക്കിംഗ് കഴിഞ്ഞാലും നമ്മൾ ഡെയിലി യൂസിനുള്ള വാട്ടർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് 80% നമുക്ക് കിട്ടുന്ന വാട്ടറിന്റെ 80% വേസ്റ്റ് വാട്ടർ ആയി മാറും എന്നാണ് കണക്ക് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, കമ്മ്യൂണിറ്റിയിൽ നിന്ന് വാട്ടർ എന്ത് സംഭവിക്കും, വേസ്റ്റ് വാട്ടർ ആയി മാറും. നമുക്ക് ഈ വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് ചുമ്മാ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം അതിൽ ഒരുപാട് ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവും. ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. മൈക്രോ ഓർഗാനിസംസ് എന്താണ്, ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിൽ അത് നമുക്ക് വീണ്ടും എന്താണ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാക്കും. അത് നമ്മളെ മോശമായിട്ട് ബാധിക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള വാട്ടറിനെ നമുക്ക് വെറുതെ എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിലേക്ക് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. അതിനെയും നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത ശേഷമേ നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? സോ കമ്മ്യൂണിറ്റിയിൽ നിന്നും വേസ്റ്റ് ആവുന്ന വേസ്റ്റ് വാട്ടറിനെ സീവേഴ്സ് ആണ് ക്യാരി ചെയ്യുന്നത്. അല്ലേ? എന്താണ് സീവേഴ്സ്? ദീസ് ആർ ദ പൈപ്പ് ക്യാരിങ് വേസ്റ്റ് വാട്ടർ. ഓക്കെ അല്ലേ? ഈ സീവേഴ്സ് വഴി നമ്മൾ എവിടെ എത്തിക്കും, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. ആൻഡ് ഫർദർ ഇവിടെ നമ്മൾ
ഇതിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യാണ്, ഡിസ്പോസൽ. ദെൻ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യും. അതും ഏത് വഴി തന്നെയാണ്? സീവേഴ്സ് വഴി തന്നെയാണ്. ഈ സാർ ഓക്കെ. സോ 3 പൈപ്പ് സിസ്റ്റം പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് കൺവേയൻസ് സിസ്റ്റം വിച്ച് ക്യാരി ദ വാട്ടർ ഫ്രം ദ സോഴ്സ് ടു ദ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, another പൈപ്പ് സിസ്റ്റം വിച്ച് ക്യാരീസ് വാട്ടർ ഫ്രം ദ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ടു ദ കമ്മ്യൂണിറ്റി. ഓക്കെ അല്ലേ? നൗ കമ്മ്യൂണിറ്റിന്ന് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് ആയി മാറും. ഈ വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പാണ് എന്ത്? ദ പൈപ്പ് ക്യാരിങ് ദ വേസ്റ്റ് വാട്ടർ, ദാറ്റ് ഈസ് ടേംഡ് ആസ് സീവേഴ്സ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് സീവേഴ്സ്. ആൻഡ് ആ സീവേഴ്സ് വഴി നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തേ പറ്റൂ, ആ വേസ്റ്റ് വാട്ടറിനെ, അല്ലേ? അല്ലാതെ നമുക്ക് പുറത്തേക്ക് ഡംപ് ചെയ്യാൻ പറ്റില്ല, ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ട്രീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസൽ അല്ല ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സോഴ്സിലേക്ക് തന്നെ എന്ത് ചെയ്യാം? അതിനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്തരത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതും സീവേഴ്സ് വഴിയാണ്. ഇനി ശ്രദ്ധിക്കുക, 2 അഡീഷണൽ സിസ്റ്റം കൂടി പറയാറുണ്ട്. അതായത് ഈ കമ്മ്യൂണിറ്റി മുതൽ സോഴ്സ് വരെ എത്തിക്കുന്ന ഈ ഒരു സിസ്റ്റം, കമ്മ്യൂണിറ്റി മുതൽ സോഴ്സ് വരെയുള്ള ഈ ഒരു മൊത്തത്തിലുള്ള സിസ്റ്റം, അതായത് സീവേഴ്സ് പ്ലസ് STP, അതിനെ നമ്മൾ പറയുന്ന പേരാണ് സീവേജ് സിസ്റ്റം. സീവേജ് സിസ്റ്റം. എന്താണ് സീവേജ് സിസ്റ്റം? സീവേജ് സിസ്റ്റം ഈസ് നത്തിങ് ബട്ട് ദ സീവേഴ്സ് പ്ലസ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്. ഓക്കെ അല്ലേ? ചോദ്യമാണിത്. എന്താണ് അടുത്ത സിസ്റ്റം? സീവേജ് സിസ്റ്റം. സീവേജ് സിസ്റ്റം മീൻസ് ഈ മൊത്തത്തിൽ കമ്മ്യൂണിറ്റി മുതൽ സീവർ പ്ലസ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും കൂടി അടങ്ങിയ മൊത്തം സിസ്റ്റത്തിന് നമ്മളെന്ന് പറയാം സീവേഴ്സ് പ്ലസ് STP. STP മീൻസ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഓക്കെ, STP എന്ന് പറയും. ഇതിനെ നമ്മൾ WTP എന്നൊക്കെ പറയാറുണ്ട് ചുരുക്കി. സോ സീവേഴ്സ് പ്ലസ് STP നമ്മളെന്ന് പറയും സീവേജ് സിസ്റ്റം എന്ന് പറയും. സീവേജ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, ഇവിടെ മറ്റൊരു ടേം പറയാറുണ്ട് സീവറേജ് സിസ്റ്റം. ഓക്കെ, ഒരു R-ന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സീവറേജ് സിസ്റ്റം മീൻസ് സീവേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ പൈപ്പുകൾ മാത്രം അടങ്ങിയ ആ ഒരു കണക്ഷനെ നമ്മൾ എന്ത് പറയും? സീവറേജ് സിസ്റ്റം എന്ന് പറയാറുണ്ട്. സീവറേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സീവേഴ്സ്, പൈപ്പുകൾ മാത്രമാണ്. ഈ സീവേഴ്സ് പ്ലസ് STPയും കൂടി അടങ്ങിയ സിസ്റ്റമാണ് സീവേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സാർ ഓക്കെ. സോ ഈ പറയുന്ന ഫ്ലോ ചാർട്ടിൽ നിന്നും ഒരു 3-4 ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നുണ്ട്. 3-4 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? കൺവെയൻസ് സിസ്റ്റം എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണ്? സീവേജ് സിസ്റ്റം എന്താണ്? ഓക്കെ, യെസ്, ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം. ഡ്രോ ദാറ്റ് ഫ്ലോ ചാർട്ട്. അതാണ് നമ്മുടെ റഫ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ സ്കീം. ഓക്കെ, ഫ്ലോ ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. ഈ സാർ ഓക്കെ, യെസ്. നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഈസ്, സോ ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ റോ വാട്ടർ എന്താണെന്ന് പറഞ്ഞു. ഇതാണ് വളരെ റഫ് ആയിട്ടുള്ള ഡയഗ്രാം ഫോർ വാട്ടർ സപ്ലൈ സ്കീം. ഓക്കെ അല്ലേ? നൗ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആണ്. വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു നമുക്ക് സോഴ്സിൽ നിന്ന് കിട്ടുന്ന വാട്ടർ, അതായത് യാതൊരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും നടത്തപ്പെടാത്ത വാട്ടർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോ വാട്ടർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തേ പറ്റൂ, എന്നാലേ നമുക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് പറഞ്ഞയക്കാൻ പറ്റൂ, എന്നാലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് അറിയണമെങ്കിൽ ഈ റോ വാട്ടറിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് അറിയണം, അല്ലേ? അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോരെ. നൗ ഇങ്ങനെ റോ വാട്ടറിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സർട്ടൺ പാരാമീറ്റേഴ്സ് ആണ്. അതിനെ നമ്മളെന്ത് പറയും? വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, സോ എഴുതിക്കോളൂ. ദ ക്വാളിറ്റി ഓഫ് ദ റോ വാട്ടർ ഈസ് അനലൈസ്ഡ് based on certain indicators or parameters. The quality of the raw water is analyzed based on certain indicators or parameters termed as water quality parameters. Okay le? Yes. Now ee water quality parameters 3 തരത്തിലാവാം, which can be physical water quality parameter ആവാം, chemical water quality parameters ആവാം, then biological water quality parameters ആവാം. Okay അല്ലേ? Yes. So certain parameters ആണ്, indicators ആണ്, which analyzes or which helps in analyzing the quality of the raw water. So raw waterന്റെ ക്വാളിറ്റി ഇത്രത്തോളമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം മതി എന്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അല്ലേ? യെസ്,
ട്രീറ്റ്മെന്റ്, ആ ക്വാളിറ്റിയുടെ കുറേ സ്റ്റാൻഡേർഡ് വാല്യൂകൾ IS കോഡ് സ്പെസിഫൈഡ് ആണ്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഈ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എന്തൊക്കെയാവാം? ഫിസിക്കൽ ആവാം, കെമിക്കൽ ആവാം, ബയോളജിക്കൽ ആവാം. ഓക്കെ അല്ലേ? ആൻഡ് നമുക്കിത് ഓരോന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് ഡിസ്കസ് ദ ഫസ്റ്റ് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, ദാറ്റ് ഈസ് ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ. ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ. യെസ്. എന്താണോ ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഫിസിക്കലാണ്. ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെൻസസ് കൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ്, വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് നമ്മൾ പറയുന്നത് ഫിസിക്കൽ. എഴുതിക്കോളൂ. These are the parameters that can be sensed by or felt by our senses. These are those parameters which can be felt or sensed by, which can be felt or sensed by, which can be felt or sensed by our senses. അല്ലേ? നമുക്ക് വാട്ടർ കണ്ടാൽ അറിയാൻ പറ്റും നല്ല വാട്ടർ ആണോ ചീത്ത വാട്ടർ ആണോ, അല്ലെ? കണ്ണ് നമ്മുടെ സെൻസ് അല്ലേ, വൺ ഓഫ് അവർ സെൻസസ് അല്ലേ? നമുക്ക് ആ വാട്ടറിനെ മണത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നല്ല വാട്ടർ ആണോ ചീത്ത വാട്ടർ ആണോ. നമുക്ക് ആ വാട്ടർ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അത് നല്ല വാട്ടർ ആണോ ചീത്ത വാട്ടർ ആണോ. ഓക്കെ. സോ ഇങ്ങനെ നമ്മുടെ സെൻസസ് ഉപയോഗിച്ചിട്ട് വാട്ടർ നല്ലതാണോ അല്ലെങ്കിൽ എത്രത്തോളം നല്ലതാണ് എത്രത്തോളം മോശമാണ് എന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുകയാണ് യൂസിങ് അവർ സെൻസസ്. ആ അത്തരത്തിലുള്ള പാരാമീറ്റേഴ്സ്, ദാറ്റ് കൈൻഡ് ഓഫ് പാരാമീറ്റേഴ്സ് ദാറ്റ് ഈസ് ടേംഡ് ആസ് physical water quality parameters. Is that okay? So അതാണ് അതിന്റെ ഡെഫിനിഷൻ. യെസ്. ഓക്കെ അല്ലേ? These are the quality parameters, water quality parameters which can be sensed by our senses. ഓക്കെ അല്ലേ? യെസ്. അതിലെ ഏറ്റവും ഒന്നാമത്തെ ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആണ്. ഓക്കെ അല്ലേ? നമ്മൾ ഇനി ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് സസ്പെൻഡഡ് സോളിഡ്സ്. നമ്മൾ ഇതിനെ ചുരുക്കി എസ് എന്നാണ് ഇനി മൊത്തത്തിൽ എൻവയോൺമെന്റിൽ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ SS എന്നാണ് പറയാൻ സൗകര്യമാണ്, എഴുതാൻ സൗകര്യമാണ്. ഓക്കെ അല്ലേ? SS സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. യെസ്. എന്താണ് സസ്പെൻഡഡ് സോളിഡ്സ്? നിങ്ങൾ ആലോചിക്കാം, നമുക്കറിയാം അല്ലേ? മൈന്യൂട്ട് സൈസ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ? മൈന്യൂട്ട് വെരി ഫൈൻ സൈസ് പാർട്ടിക്കിൾ ആണ്, വിച്ച് ഈസ് വിസിബിൾ ടു നേക്കഡ് ഐസ് ആണ് അല്ലേ? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും പാർട്ടിക്കിൾസിനെ അല്ലേ? നമുക്കൊരു കലക്ക് വെള്ളത്തിൽ നോക്കുമ്പോൾ ആ കലക്ക് ഉണ്ടാക്കുന്നത് ആരാണ് അല്ലേ? വാട്ടർ കലങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ ബിക്കോസ് ഓഫ് ദ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആണ്. പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ ഫോം ഓഫ് സസ്പെൻഷൻ. ദീസ് ആർ വെരി ഫൈൻ പാർട്ടിക്കിൾസ് ആണ്. കൂടുതൽ സസ്പെൻഡഡ് സോളിഡ് ഉള്ള ഒരു വാട്ടർ നോക്കുകയാണെങ്കിൽ, കൂടുതൽ സസ്പെൻഡഡ് സോളിഡ്സ് ഉള്ള ഒരു വാട്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കാണാൻ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ? കലങ്ങിയിരിക്കുകയായിരിക്കും. അതായത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? അതായത് എസ്തെറ്റിക്കലി ഡിസ്പ്ലേസിംഗ് ആണ്. അതായത് ഹെവി സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടെങ്കിൽ, വാട്ടറിൽ സസ്പെൻഡഡ് സോളിഡ്സ് കൂടുതലുണ്ടെങ്കിൽ അത് എസ്തെറ്റിക്കലി ഡിസ്പ്ലേസിംഗ് ആണ്. അതായത് കാണാൻ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ വാട്ടർ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ഓക്കെ അല്ലേ? സോ എന്താണ് നമുക്കൊരു ഫിസിക്കൽ സെൻസ് അല്ലേ? യെസ്. സോ നമ്മൾ ഏതൊരു വാട്ടർ ക്വാളിറ്റി പറഞ്ഞാലും, ഓക്കെ അല്ലേ, ഏതൊരു വാട്ടർ ക്വാളിറ്റി പറഞ്ഞാലും നമ്മൾ അതിലെ 3 കാര്യങ്ങൾ പറയും. ഏതൊക്കെ പറയും? ആ ഒരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ആ ഒരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററിന്റെ ഇമ്പാക്റ്റ് എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു സസ്പെൻഷൻ സോഴ്സ് കൂടുതലുണ്ടെങ്കിൽ കാണാൻ അല്ലെ വാട്ടർ ഫുള്ള് കലങ്ങിയിരിക്കുകയായിരിക്കും, അതായത് കാണാൻ ഒരു സുഖമില്ല, അതൊരു ഇമ്പാക്റ്റ് അല്ലേ? ലൈക്ക് ദാറ്റ്. ദെൻ അതിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? മെഷർമെന്റ് ഓഫ് ദാറ്റ് ക്വാളിറ്റി. ആൻഡ് ഫൈനലി IS സ്പെസിഫൈഡ് ലിമിറ്റ് എത്രയാണ് ആ ഒരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററിന്റെ. ഈ 4 കാര്യങ്ങൾ നമ്മൾ ഓരോ വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററിലും പറയണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? യെസ്. സോ സസ്പെൻഡഡ് സോളിഡ്സിന്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എവിടെ നിന്നാണ് ഈ സാധനങ്ങൾ ഉണ്ടാവുന്നത്. സോ ഫസ്റ്റ് സോഴ്സ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്. യെസ്. സോഴ്സ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. സോഴ്സ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്. ദിസ് മേ ബി ഇൻഡ്യൂസ്ഡ് ബൈ, എഴുതിക്കോളൂ, സസ്പെൻഡഡ് സോളിഡ്സ് ഇൻ ദ വാട്ടർ മേ ബി ഇൻഡ്യൂസ്ഡ് ബൈ. സോഴ്സ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. സസ്പെൻഡഡ് സോളിഡ്സ് ഇൻ ദ വാട്ടർ. Suspended solids in the water may be induced by first one, may be induced by inorganic particles like clay, silt, sand, gravel, etc. ഇതെല്ലാം അല്ലേ? നിങ്ങൾ നോക്കിയ മണ്ണല്ലേ? ക്ലേ, സിൽട്ട്, സാൻഡ്, ഗ്രാവൽ. ഇതെന്താണ്? സോഴ്സ് ഓഫ് സസ്പെൻഡഡ് സോളിഡ് ആണ്.
സോഴ്സ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. ഏതാണിത്? ഇൻഓർഗാനിക് മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ ഇൻഓർഗാനിക് പാർട്ടിക്കൽസ് ലൈക്ക് ക്ലേ, സിൽട്ട്, സാൻഡ് ആൻഡ് ഗ്രാവൽ ആണ്. നെക്സ്റ്റ് organic particles like plant fiber, plankton, algae, etc. Yes, plants അല്ലെങ്കിൽ ഫൈബേഴ്സ് ആവാം. ഓക്കെ അല്ലേ? പ്ലാങ്ക്ടൺ എന്താണ്? ആൽഗെ പോലെ തന്നെയുള്ള മറ്റൊരു മൈക്രോ ഓർഗാനിസം ആണ്. ഓക്കെ അല്ലേ? സോ ഈ പ്ലാങ്ക്ടൺ അല്ലെങ്കിൽ ആൽഗെ, ദീസ് ആർ ദ മൈക്രോ ഓർഗാനിസം പ്രസന്റ് ഇൻ ദ വാട്ടർ. ഇതിന്റെ പ്രസൻസ് കാരണവും എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദീസ് ആർ ദ ഓർഗാനിക് സോഴ്സ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്. യെസ്, അറിഞ്ഞിരിക്കണം, ഓപ്ഷൻസ് ഉണ്ടാവും. ദെൻ ഇമ്മിസിബിൾ ലിക്വിഡ്സ് ലൈക്ക് ഏതൊക്കെയാവാം? ഗ്രീസ്, ഓയിൽ, എക്സെട്ര. ഓക്കെ അല്ലേ? ഗ്രീസ്, ഓയിൽ, എക്സെട്ര. ദീസ് മേ ബി ഓൾസോ എന്താണ്? സോഴ്സ് ഓഫ് ഏതാണ്? സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. ഓക്കെ അല്ലേ? യെസ്, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സോഴ്സ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്? യെസ്, എന്തൊക്കെയാണ് സസ്പെൻഡഡ് സോളിഡ്സിന്റെ ഇമ്പാക്ട്? 4 ഇമ്പാക്റ്റ് ആണ് നമുക്ക് മെയിൻലി പറയാനുള്ളത്. അതിൽ ഒരു ഇമ്പാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഒരു ഇമ്പാക്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരിക്കും? സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടെങ്കിൽ കാണാൻ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ? വാട്ടറിൽ സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടെങ്കിൽ, കൂടുതലുണ്ടെങ്കിൽ അത് കാണാൻ ഒരു സുഖം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എന്താണ്? എസ്തെറ്റിക്കലി ഡിസ്പ്ലേസിംഗ് ആയിരിക്കും. യെസ്, സോ അവിടെ എഴുതാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ. സസ്പെൻഡഡ് സോളിഡ്സ് ഇൻഡ്യൂസസ് സൈക്കോളജിക്കൽ ഇമ്പാക്ട്. Suspended solids induces psychological impact as it makes the water aesthetically displeasing. Aesthetically displeasing. ഒന്നാമത്തെ ഇമ്പാക്റ്റ് ആണ്. സെക്കൻഡ് ഇമ്പാക്ട് ഈ എന്ന് പറയുന്ന സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടല്ലോ, പല മൈക്രോ ഓർഗാനിസത്തിൻ്റെയും ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷനായി മാറും. ആൻഡ് പല മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ മൈക്രോ ഓർഗാനിസം വിഷയമുള്ള കേസല്ല. ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം, അതിന് നമ്മൾ പാത്തജൻസ് എന്നാണ് പറയാം. പാത്തജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് പാത്തജൻ? പാത്തജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസിനെയാണ് നമ്മൾ പാത്തജൻസ് എന്ന് പറയാം. സസ്പെൻഡഡ് സോളിഡ്സ് വാട്ടറിൽ ഉണ്ടെങ്കിൽ ദേ പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസിന്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടി ആര് നടത്തും? സസ്പെൻഡഡ് സോളിഡ്സ് നടത്തും. അത് നമുക്ക് മോശമാണ്, അത് ഇമ്പാക്റ്റ് ആണ്. സോ നെക്സ്റ്റ് പോയിന്റ് എഴുതുക. സസ്പെൻഡഡ് സോളിഡ്സ് പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം. Suspended solids promotes the growth of disease causing microorganism. ബ്രാക്കറ്റിൽ അതിനെയാണ് നമ്മൾ പാത്തജൻസ് എന്ന് പറയാം. Suspended solids promotes the growth of disease causing microorganism. Yes, okay അല്ലേ? Now next point എഴുതുക. Suspended solids act as a strong adsorption site. Suspended solids act as a strong adsorption site for chemical reagents added in the water for water treatment. Suspended solids act as a strong adsorption site for the chemical reagents added in the water for water treatment. എന്താണ് എഴുതിയിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വാട്ടറിൽ ക്ലോറിൻ ആഡ് ചെയ്യാറുണ്ട് അല്ലേ? എന്തിനാണ് വാട്ടറിൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്? ഫോർ ഡിസിൻഫെക്ഷൻ പർപ്പസ് ആണ്. അതായത് മൈക്രോ ഓർഗാനിസം വാട്ടറിൽ ഉണ്ടെങ്കിൽ, ഏത് മൈക്രോ ഓർഗാനിസം? ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം, അതായത് പാത്തജൻസ് വാട്ടറിൽ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഓടിക്കാൻ വേണ്ടി അല്ലേ, അവരെ നമുക്ക് കില്ല് ചെയ്യാൻ വേണ്ടി, അതാണ് കില്ലിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം, ദാറ്റ് ഈസ് ഡിസിൻഫെക്ഷൻ ആണ്.
അവരെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ക്ലോറിനൊക്കെ. പക്ഷേ സസ്പെൻഡഡ് സോളിഡ്സ് വാട്ടറിലുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറിൻ മൊത്തം ആര് അബ്സോർബ് ചെയ്യും? അഡ്സോർബ് ചെയ്യും? നമ്മുടെ സസ്പെൻഡഡ് സോളിഡ്സ് അഡ്സോർബ് ചെയ്യും. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറിൻ ആഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നടക്കുന്നില്ല. കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറിൻ മൊത്തം ആരെടുക്കുകയാണ്? നമ്മുടെ സസ്പെൻഡഡ് സോളിഡ്സ് അഡ്സോർബ് ചെയ്യാണ്. സോ മൈക്രോ ഓർഗാനിസം കൊല്ലുന്നില്ല, എന്താണ് റിമൂവ് ചെയ്യപ്പെടുന്നില്ല. സോ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ എമൗണ്ട് ഓഫ് ക്ലോറിൻ ആഡ് ചെയ്യേണ്ടി വരും. അതായത് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എന്താവുകയാണ്? കോസ്റ്റ് ഓഫ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് കൂടുകയാണ്. ഓക്കെ അല്ലേ? അതായത് സസ്പെൻഡഡ് സോൾസ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഏതൊരു കെമിക്കൽ റിയേജൻസിനെയും അവർ അഡ്സോർബ് ചെയ്യും. സോ നമ്മൾ കെമിക്കൽ റിയേജൻസ് ആഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നടക്കാതെ വരും. സോ നമ്മുടെ ഉദ്ദേശം നടക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കെമിക്കൽ റിയേജൻസ് ആഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഇൻ ടേൺ ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് ദ ഓപ്പറേഷൻ. ഓക്കെ അല്ലേ? സോ എഴുതിയത് എന്താണ്? സസ്പെൻഡഡ് സോളിഡ്സ് ആക്ട് ആസ് എ അഡ്സോർപ്ഷൻ സൈറ്റ് ഫോർ chemical reagents added in the water for the water treatment. That in turn increases the that in turn increases the cost of the operation. That in turn increases the cost of the operation. That in turn increases the cost of the operation. Okay, then the last impact and the most important impact, the fourth impact of suspended solid. Yes, it is termed as incrustation. Incrustation. Very important ആണ്. നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം ഇതിനെ. യെസ്, ഇൻക്രസ്റ്റേഷൻ. സസ്പെൻഡഡ് സോളിഡ്സ് ലീഡ്സ് ടു ഇൻക്രസ്റ്റേഷൻ. സസ്പെൻഡഡ് സോളിഡ് ലീഡ്സ് ടു ഇൻക്രസ്റ്റേഷൻ. എന്താണ് ഇൻക്രസ്റ്റേഷൻ? ഒന്നുമില്ലടോ, നമ്മുടെ ഈ സസ്പെൻഡഡ് സോളിഡ്സ് എല്ലാം ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ പോയി അടിഞ്ഞുകൂടി നിൽക്കില്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ പൈപ്പ് സിസ്റ്റത്തിൽ നമ്മളെ പൈപ്പിലൂടെയാണല്ലോ വാട്ടർ ക്യാരി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഈ പൈപ്പിലൂടെ വാട്ടർ ക്യാരി ചെയ്യുമ്പോൾ നമ്മുടെ സസ്പെൻഡഡ് സോളിഡ്സ് ഒക്കെ എന്താവും? ചിലപ്പോൾ ഇവിടെ വന്ന് അടിഞ്ഞു കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്ചാർജ് കപ്പാസിറ്റി കുറഞ്ഞില്ലേ? നമ്മുടെ പമ്പിലൊക്കെ, നമ്മുടെ ഹൈഡ്രോളിക് പമ്പിൽ നമുക്ക് ഇങ്ങനെയുള്ള ഡെപ്പോസിഷൻ ഓഫ് ദ സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പമ്പിൻ്റെ ഓപ്പറേഷനെ ബാധിക്കില്ലേ? സോ ഡിസ്ചാർജ് കപ്പാസിറ്റീനെ ബാധിക്കും, പമ്പിൻ്റെ ഓപ്പറേഷനെ ബാധിക്കും. ഇഫ് സസ്പെൻഡഡ് സോളിഡ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ്, ആ സസ്പെൻഡഡ് സോളിഡ്സ് ഡെപ്പോസിറ്റ് ആവുന്ന പരിപാടിയാണ് ഇത് ഇൻക്രസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മൾ എന്താ ചെയ്തത്? സസ്പെൻഡഡ് സോളിഡ്സ് ലീഡ്സ് ടു ഇൻക്രസ്റ്റേഷൻ ഇൻ ദ പൈപ്പ് ആൻഡ് suspended solids leads to the incrustation in pipe and other apparatus, thereby results in the reduced discharge carrying capacity. Reduced discharge carrying capacity. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേം ഇൻക്രസ്റ്റേഷൻ. സോ നമ്മൾ എന്താ പറഞ്ഞത്? വി ആർ ടോക്കിംഗ് അബൌട്ട് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആണ്. അതിൽ 3 വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഉണ്ട്: ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. അതിൽ ഒന്നാമത്തതാണ് ഫിസിക്കൽ കെമിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ. എന്ന് വെച്ചാൽ ദീസ് ആർ ദ പാരാമീറ്റേഴ്സ് വിച്ച് ക്യാൻ ബി സെൻസ്ഡ് ബൈ അവർ സെൻസസ് ആണ്. അതിൽ ഒന്നാമത്തെ സാധനമാണ് സസ്പെൻഡഡ് സോളിഡ്സ്. അതിൻ്റെ സോഴ്സ് നമ്മൾ പറഞ്ഞു 3 സോഴ്സസ് ആണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 ഇമ്പാക്റ്റ് പറഞ്ഞു. 1, എസ്തെറ്റിക്കലി ഡിസ്പ്ലേസിംഗ് ആയിരിക്കും. 2, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽസിനെ മൊത്തം അവർ അഡ്സോർബ് ചെയ്യും. സോ കെമിക്കൽ ആഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നടക്കില്ല. ദാറ്റ് ഇൻ ടേൺ ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് ദ ഓപ്പറേഷൻ. 4ാമത്തെ വളരെ ഇമ്പോർട്ടൻറ്റ് ഇമ്പാക്റ്റ് ആണ് ഇത്, നമ്മുടെ ഇൻക്രസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് ഇൻക്രസ്റ്റേഷൻ? ഡെപ്പോസിഷൻ ഓഫ് മെറ്റീരിയൽ ആണ്. സോ അങ്ങനെ എഴുതുക, സൈഡിൽ എവിടെയെങ്കിലും എഴുതുക. ഇൻക്രസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്പോസിഷൻ ഓഫ് മെറ്റീരിയൽ. ഡെപ്പോസിഷൻ ഓഫ് മെറ്റീരിയൽ ആണ്. സാധനങ്ങൾ അടിഞ്ഞുകൂടുക, അതാണ് ഇൻക്രസ്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, ഓക്കെ അല്ലേ? യെസ്. നൗ സോ സോഴ്സ് നമ്മൾ പറഞ്ഞു, ഇമ്പാക്ട് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് ഈസ് മെഷർമെന്റ് ആണ്. മെഷർമെന്റ് ആണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഈ സസ്പെൻഡഡ് സോളിഡ് വാട്ടറിൽ എത്രത്തോളം ഉണ്ട് എന്ന് എങ്ങനെ മെഷർ ചെയ്യാം? ഇറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ് എഴുതുക, ഓരോ പോയിന്റ് ആക്കി എഴുതുക. ഇറ്റ് ഈസ് മെഷേർഡ് യൂസിങ് ഗ്രാവിയോമെട്രിക് ടെക്നിക്കാണ്. It is measured using gravimetric technique. It is measured using gravimetric technique. എന്താണ് gravimetric technique എന്ന് പറഞ്ഞാൽ? What do you mean by gravimetric technique? It is measured using gravimetric technique ആണ്. എന്താണ് gravimetric technique? പേര് തന്നെ മനസ്സിലാക്കാം, ഗ്രാവിറ്റി ആണ്. അതായത് we are measuring the weight of the unknown parameter. What do you mean by gravimetric technique? That is measuring the weight of unknown parameter. നമുക്കറിയാത്ത സാധനത്തിന്റെ വെയിറ്റ് മെഷർ ചെയ്തുകൊണ്ട് അതിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. അതാണ് എന്ത് ഗ്രാവിയോമെട്രിക് ടെക്നിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ?
യെസ്, സസ്പെൻഡ് സോളിഡ്സ് അല്ലേ, അതിന് വെയിറ്റ് ഉണ്ടാവില്ലേ, ആ വെയിറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ പരിപാടിയാണ് എന്ത് ഗ്രാവിയോമെട്രിക് ടെക്നിക് എന്ന് പറയുന്നത്. യെസ്, ഇവിടെ മറ്റൊരു പോയിന്റ് അറിഞ്ഞിരിക്കണം നിങ്ങൾ ഈ ഒരു മെഷർമെന്റ് പറയുന്നതിന് മുമ്പ്. എഴുതുക ഓർഗാനിക് മാറ്റേഴ്സ് ആർ വോളറ്റൈൽ ഇൻ നേച്ചർ ആണ്. ഓർഗാനിക് മാറ്റേഴ്സ് ആർ വോളറ്റൈൽ ഇൻ നേച്ചർ. അഥവാ ഏതെങ്കിലും ടൈപ്പ് ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് വോളറ്റൈൽ ഇൻ നേച്ചർ ആണ്. വാട്ട് യു മീൻ ബൈ വോളറ്റൈൽ? നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം മൊത്തം എന്താണ്? ഓർഗാനിക് മാറ്റർ പ്ലസ് ഇൻഓർഗാനിക് മാറ്റർ ഉണ്ട് അല്ലേ? നമ്മുടെ ബോഡി നിങ്ങൾ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യുകയാണെങ്കിൽ, ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ബോഡി മൊത്തം എന്തായിപ്പോവും? വേപ്പറൈസ് ആയിപ്പോവും. ബാക്കി കുറച്ച് ചാരം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ആ ചാരമാണ് ഇൻഓർഗാനിക് പാർട്ടിക്കിൾസ്. ബാക്കിയുള്ള ഓർഗാനിക് പാർട്ടിക്കിൾസ് മൊത്തം എന്തായിപ്പോയി? വേപ്പറൈസ് ആയിപ്പോയി. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് അപ്പോൺ ഹീറ്റിംഗ് അറ്റ് എ ഹൈ ടെമ്പറേച്ചർ ഓർഗാനിക് മാറ്റേഴ്സ് കൺവേർട്ടഡ് ഇൻ ടു വേപ്പർ സ്റ്റേറ്റ്. അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വാട്ട് യു മീൻ ബൈ വോളറ്റൈൽ? ദാറ്റ് ഈസ് അപ്പോൺ ഹീറ്റിംഗ് അറ്റ് എ ഹൈ ടെമ്പറേച്ചർ ദേ കൺവേർട്ടഡ് ഇൻ ടു വേപ്പർ. ഓക്കെ അല്ലേ? സോ അങ്ങനെ എഴുതുക. ഓർഗാനിക് മാറ്റേഴ്സ് ആർ വോളറ്റൈൽ ഇൻ നേച്ചർ. എന്താണ് വോളറ്റൈൽ എന്ന് എഴുതുക. എന്താണ് വോളറ്റൈൽ? അപ്പോൺ ഹീറ്റിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ they converted into vapor state. Upon heating at a high temperature they converted into a vapor state. അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയാം. ഓക്കെ അല്ലേ? And usually the usual volatile temperature is for organic matters the volatile temperature is എത്രയാണ്? 600 to 650 ഡിഗ്രി സെൽഷ്യസ് ആണ്. 600 to 650 ഡിഗ്രി സെൽഷ്യസ് ആണ്. യെസ്, ഈ ടെമ്പറേച്ചർ ഓർത്തിരിക്കുക. എന്താണ് വോളറ്റൈൽ എന്നുള്ള സാധനം ഓർത്തിരിക്കുക. ഒക്കെ ചോദ്യമാണ്. ഓക്കെ അല്ലേ? യെസ്, 600 to 650 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ആ പറഞ്ഞ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് അപ്പോൺ ഹീറ്റിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ദേ കൺവേർട്ടഡ് ഇൻ ടു വേപ്പർ സ്റ്റേറ്റ് ആണ്. വേപ്പർ സ്റ്റേറ്റ്. ഓക്കെ അല്ലേ? യെസ്, നമ്മൾ ഈ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഓർഗാനിക് മാറ്റേഴ്സിനെ ബേൺ ചെയ്യുന്ന ചാമ്പറിനെ പറയുന്ന പേരാണ് മഫിൾഡ് ഫർണസ് എന്ന് പറയുന്നത്. മഫിൾഡ് ഫർണസ്. യെസ്, മറ്റൊരു ചോദ്യമാണിത്. എന്താണ് മഫിൾഡ് ഫർണസ്? അല്ലെങ്കിൽ വാട്ട് ഈസ് എ ചാമ്പർ ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ആർ ഹീറ്റഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ? ഏതാണ് ചാമ്പർ? മഫിൾഡ് ഫർണസ് ആണ്. സോ ഇതുകൊള്ളൂ. വാട്ട് ഈസ് മഫിൾഡ് ഫർണസ്? ഇറ്റ് ഈസ് എ ചാമ്പർ ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ആർ ഹീറ്റഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. It is a chamber in which particles are heated at a high temperature. It is a chamber in which particles are heated at high temperature. High temperature കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയാണ്? 600 to 650 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ അല്ലേ? സോ നമ്മൾ പറഞ്ഞത് മെഷർമെന്റ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. ദാറ്റ് ഈസ് ഗ്രാവിയോമെട്രിക് ടെക്നിക് ആണ്. അത് പറയാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് എന്താണ് ഓർഗാനിക് മാറ്റർ വോളറ്റൈൽ ആണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വോളറ്റൈൽ മീൻസ് അപ്പോൺ ഹീറ്റിംഗ് ദേ കൺവേർട്ടഡ് ഇൻടു വേപ്പർ സ്റ്റേറ്റ്. ദാറ്റ് ഈസ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 600 to 650 ഡിഗ്രി സെൽഷ്യസ് വിച്ച് ഇസ് ഡൺ ഇൻ മഫിൾഡ് ഫർണസ്. യെസ്, എല്ലാം ചോദ്യമാണ്. നൗ ഗ്രാവിയോമെട്രിക് ടെക്നിക് എങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക. നമ്മളൊരു ബീക്കറിൽ എന്താക്കുകയാണ്? നമ്മുടെ വാട്ടർ സാമ്പിൾ എടുക്കുകയാണ്. വാട്ടർ സാമ്പിളാണ് WS എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവും? പല രീതിയിലുള്ള സോളിഡ്സ് ഉണ്ടാവും അല്ലെ? പല രീതിയിലുള്ള സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഡിസോൾഡ് സോളിഡ്സ് ഉണ്ടാവാം, സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടാവാം, എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. നമുക്കിപ്പോൾ കിട്ടേണ്ട എന്താണ്? സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. സോ നമ്മൾ ആദ്യം ഇതാണ് പരിപാടി. നമ്മൾ ഈ വാട്ടർ സാമ്പിളിനെ നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ ബേൺ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 104 ഡിഗ്രി സെൽഷ്യസ്. ആദ്യം ഈ വാട്ടർ സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യാണ്? 104 ഡിഗ്രി സെൽഷ്യസ് ചൂടായി കഴിഞ്ഞാൽ എന്തായിപ്പോൾ? വാട്ടർ മൊത്തം വേപ്പറായിപ്പോൾ. ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സോളിഡ്സ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. എന്ത് സോളിഡ്സ് ആണ്? ദിസ് ഈസ് ടോട്ടൽ സോളിഡ്സ്. ഇതിനെ നമ്മൾ TS എന്നാണ് പറയാം. ഓക്കെ അല്ലേ? നമ്മൾ വെറുതെ തിളപ്പിക്കുകയാണ്. ഈ ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. 100 ഡിഗ്രി അല്ല, 102 ഡിഗ്രി അല്ല, 104 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? ഓപ്ഷൻസിലെല്ലാം ഉണ്ടാവും. 104 ഡിഗ്രിയിലാണ് നമ്മളെ നോർമൽ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ അല്ലേ? സോ അതാണ് ഒരു സ്റ്റെപ്പ്. സോ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ ടോട്ടൽ സോളിഡ്സ് കിട്ടി. നൗ ഇതേ സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതേ വാട്ടർ സാമ്പിളിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മളൊരു ഫിൽറ്ററിലൂടെ പറഞ്ഞേക്കും. ഒരു ഫിൽറ്ററാണിത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ വാട്ടറിനെ ഫിൽറ്ററിലൂടെ പറഞ്ഞേക്കുമ്പോൾ ഇതിലൂടെ എന്തൊക്കെ ഒഴിപ്പോവും? വാട്ടർ ഫുൾ എന്തായിപ്പോവും?
ഈ ഒരു ഫിൽറ്ററിലൂടെ പാസ് ചെയ്യും. ബാക്കി ഇവിടെ കുറേ സാധനങ്ങൾ തങ്ങി നിൽക്കില്ലേ? യെസ്, ബാക്കി ഇവിടെ കുറേ സാധനങ്ങൾ തങ്ങി നിൽക്കില്ലേ? അതെന്തായിരിക്കും അല്ലേ? അതെന്തായിരിക്കും? ദാറ്റ് വിൽ ബി സസ്പെൻഡഡ് സോളിഡ്സ് ആയിരിക്കും. ഇത് സസ്പെൻഡഡ് സോളിഡ്സ് ആയിരിക്കും ഈ ഫിൽറ്ററിൽ വന്ന് നിൽക്കുന്ന സോളിഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യും? 104 ഡിഗ്രി സെൽഷ്യസ് ചൂടിക്കും. സോ നമുക്ക് കറക്റ്റ് എന്ത് കിട്ടും? കറക്റ്റ് ഡ്രൈ സസ്പെൻഡഡ് സോളിഡ്സ് കിട്ടും. ഓക്കെ അല്ലേ? സോ ആ ഫിൽറ്ററിന്റെ മുകളിൽ ഉള്ള പാർട്ടിക്കിൾസിനെ അല്ലെ കുറച്ച് എന്തായോ അതിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അതിനെ നമ്മൾ 104 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ആ മോയ്സ്ചർ കണ്ടന്റ് എന്തായിപ്പോൾ? വേപ്പറൈസ് ആയിപ്പോൾ. നൗ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? സസ്പെൻഡഡ് സോളിഡ്സ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടി? സസ്പെൻഡഡ് സോളിഡ്സ് നമുക്ക് കിട്ടി. സസ്പെൻഡഡ് സോളിഡ്സ് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? നൗ ഈ സസ്പെൻഡഡ് സോളിഡ്സിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു 600 മുതൽ 650 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ എന്താക്കുകയാണ്? ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻഓർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് കിട്ടും. ഓക്കെ, IOSS. IOSS എന്താ എഴുതിയിരിക്കുന്നത്? IOSS എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇൻഓർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ്. ഓക്കെ അല്ലേ? സോ നിങ്ങൾ എഴുതണേ, ഞാൻ ചുരുക്കി എഴുതുന്നുള്ളൂ. നിങ്ങൾ എന്ത് എഴുതണം? ഇൻഓർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് എഴുതണം. അല്ലെ, നമുക്കറിയാം സസ്പെൻഡഡ് സോളിഡ്സിൽ എന്തൊക്കെ ഉണ്ടാവും? ഓർഗാനിക് മാറ്ററും ഉണ്ടാവും, ഇൻഓർഗാനിക് മാറ്ററും ഉണ്ടാവില്ലേ? ഉണ്ടാവും. നമ്മൾ 600 മുതൽ 650 ഡിഗ്രി സെൽഷ്യസിൽ ചൂടായി കഴിഞ്ഞാൽ ആ ഓർഗാനിക് മാറ്റർ മൊത്തം എന്തായി പോവും? വേപ്പറൈസ് ആയി പോവും. ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻഓർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ഫ്രം ദീസ് സിമ്പിൾ എക്സ്പെരിമെന്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം. നമുക്കറിയാം, ഒന്ന് ടോട്ടൽ സോളിഡ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? അല്ലെ, ടോട്ടൽ സോളിഡ് ഇൻ എ വാട്ടർ ഈസ് നത്തിങ് ബട്ട് ഡിസോൾവ്ഡ് സോളിഡ് പ്ലസ് എന്തായിരിക്കും? സസ്പെൻഡഡ് സോളിഡ്സ് ആയിരിക്കില്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾ നോക്കിയേ, ഈ ഇക്വേഷനിൽ ഈ പറഞ്ഞ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ സോളിഡ്സ് കിട്ടിയില്ല ഓൾറെഡി. ടോട്ടൽ സോളിഡ്സ് നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ടോട്ടൽ സോളിഡ്സ് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ സസ്പെൻഡഡ് സോളിഡ്സ് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിസോൾവ്ഡ് സോളിഡ്സ് വിൽ ബി ഈക്വൽ എന്തായിരിക്കും? ടോട്ടൽ സോളിഡ്സ് മൈനസ് സസ്പെൻഡഡ് സോളിഡ്സ് ആയിരിക്കും അല്ലേ? അഥവാ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ അല്ലേ? അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? യെസ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് പറയാം? നോക്കിയേ, രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് പറയാം? ഈ സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ഓർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ് ആവാം, പ്ലസ് ഇൻഓർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ് ആവാം. ഓക്കെ അല്ലേ? സസ്പെൻഡഡ് സോളിഡ്സ് ക്യാൻ ബി സം ഓഫ് ഓർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് ഇൻഓർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ് ആവാം. നോക്കിയേ, ഈ ഇക്വേഷനിൽ നമ്മൾ സസ്പെൻഡഡ് സോളിഡ്സ് ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതേപോലെ തന്നെ ഇൻഓർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? ഓർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ് വിൽ ബി ഈക്വൽ ടു സസ്പെൻഡഡ് സോളിഡ്സ് മൈനസ് ഇൻഓർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ് ആയിരിക്കില്ലേ? യെസ്, അത് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കൂ. നമുക്ക് വേണമെങ്കിൽ ഈ വാട്ടർ സാമ്പിളിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് 600 മുതൽ 650 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കാം. യെസ്, പറയൂ. ഈ വാട്ടർ സാമ്പിളിനെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് 600 മുതൽ 650 ഡിഗ്രി സെൽഷ്യസ് ചൂടായി കഴിഞ്ഞാൽ ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻഓർഗാനിക് കണ്ടന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇൻഓർഗാനിക് സോളിഡ്സ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സസ്പെൻഡഡ് സോളിഡ്സ് അല്ല, ഇൻഓർഗാനിക് സോളിഡ്സ് അല്ലേ? അത് സസ്പെൻഡ് സോളിഡ് ആവാം, ഡിസോൾവ് സോളിഡ്സ് ആവാം. അതായത് ഈ ഒരു പോയിന്റ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? യെസ്, അടുത്ത ഇക്വേഷൻ നമ്പർ തേർഡ്, ദാറ്റ് ഈസ് ടോട്ടൽ സോളിഡ്സ് ക്യാൻ ബി റിട്ടൺ ആസ് എ സം ഓഫ് ടോട്ടൽ സോളിഡ്സ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? ഒന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും, മറ്റൊരു രീതിയിൽ എഴുതാം. എന്തൊക്കെ? ഓർഗാനിക് സോളിഡ്സ് പ്ലസ് ഇൻഓർഗാനിക് സോളിഡ് എന്ന് എഴുതാൻ പറ്റില്ലേ? യെസ്, ടോട്ടൽ സോളിഡ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇൻഓർഗാനിക് സോളിഡ്സ് നമ്മളിപ്പോൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഓർഗാനിക് സോളിഡ്സ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ സോളിഡ് മൈനസ് ഇൻഓർഗാനിക് സോളിഡ് ആയിരിക്കും അല്ലേ? യെസ്, ഈസ് ആർ ഓക്കെ? യെസ്. ഇനി മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ സസ്പെൻഡഡ് സോളിഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം എന്താ ചെയ്തത്? വി പാസ്ഡ് ഇറ്റ് ത്രൂ എ ഫിൽട്ടർ ആണ് അല്ലേ? ഇതെന്തായിരുന്നു? ദിസ് ഈസ് എ ഫിൽട്ടർ. നമ്മൾ ആദ്യം വാട്ടറിനെ ഫിൽറ്ററിലൂടെ പറഞ്ഞേക്കുന്നുണ്ട്. ആൻഡ് വാട്ട് എവർ ദ സോളിഡ്സ് റീറ്റെയിനിങ് ഓവർ ദ ഫിൽട്ടർ അതിന് നമ്മൾ എന്ത് പറഞ്ഞു? സസ്പെൻഡഡ് സോളിഡ്സ് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ വാട്ട് എവർ ദ സോളിഡ്സ് പാസിംഗ് ത്രൂ ദീസ് ഫിൽട്ടർ അതിനെ നമ്മൾ എന്താ പറയുക? ഡിസോൾവ്ഡ് സോളിഡ്സ് എന്നാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതായത് ഫിൽറ്ററബിൾ സോളിഡ്സിനെ നമ്മൾ ഡിസോൾവ്ഡ് സോളിഡ്സ് എന്നും നോൺ ഫിൽറ്ററബിൾ സോളിഡ്സിനെ നമ്മൾ സസ്പെൻഡഡ് സോളിഡ്സ് എന്നും പറയും. ഓക്കെ ആണോ? നമ്മൾ വാട്ടറിനെ ഫിൽറ്ററിലൂടെ പറഞ്ഞേക്കുന്നുണ്ട്. സോ കുറെ സോളിഡ്സ് ഫിൽറ്ററിന്റെ മുകളിൽ തങ്ങി നിൽക്കും, അതായത് റീറ്റെയിൻസ് ഓൺ ദ ഫിൽറ്റർ, അതായത് നോൺ ഫിൽറ്ററബിൾ സോളിഡ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് എവർ ദ സോളിഡ്സ് പാസിംഗ് ത്രൂ ദ ഫിൽറ്റർ
അതിനെ ഫിൽറ്ററബിൾ സോളിഡ്സ് അല്ലെങ്കിൽ ഡിസോൾഡ് സോളിഡ്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? സോ എന്തൊക്കെ പറയാം? ബോത്ത് ദ ടേംസ് ഫിൽറ്ററബിൾ അല്ലെങ്കിൽ നമ്മൾ ഡിസോൾഡ് സോളിഡ്സ് ഓൾസോ ടേംഡ് ആസ് ഡിസോൾഡ് സോളിഡ്സിനെ നമ്മൾ എന്തും പറയും? ഡിസോൾഡ് സോളിഡ്സിനെ നമ്മൾ ഫിൽറ്ററബിൾ സോളിഡ്സ് എന്നും പറയും. ഈസ് ദാറ്റ് ഓക്കെ? നൗ സസ്പെൻഡഡ് സോളിഡ്സിനെ നമ്മൾ എന്തും പറയും? നോൺ ഫിൽറ്ററബിൾ സോളിഡ്സ് എന്നും പറയും. നോൺ ഫിൽറ്ററബിൾ സോളിഡ്സ് എന്നും പറയും. ഓക്കെ അല്ലേ? എന്ന് നോട്ട് ചെയ്യാം. യെസ് യെസ് ഓക്കെ ആണ്? ഓക്കെ അല്ലേ? യെസ്. ഇത് നോക്കിയേ, നമുക്കിവിടെ ഡിസോൾഡ് സോളിഡ് കിട്ടിയിട്ടുണ്ട്. ഈ ഡിസോൾഡ് സോളിഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഡിസോൾഡ് സോളിഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? 600 to 650 ഡിഗ്രി സെൽഷ്യസ് ചൂടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻഓർഗാനിക് ഡിസോൾഡ് സോൾഡ്സ് ആണ് കിട്ടുക അല്ലേ? കാരണം ഓർഗാനിക് ഡിസോൾഡ് സോൾഡ്സ് എന്തായി പോകും? വേപ്പറൈസ് ആയി പോകും. അതായത് ഫൈനൽ ഇക്വേഷൻ ആയ നാലാമത്തെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഡിസോൾഡ് സോളിഡ്സ് DS which is sum of organic dissolved solids plus inorganic dissolved solids ആണ്. ഈ ഇക്വേഷനിൽ നമുക്ക് ഡിസോൾഡ് സോളിഡ്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഇൻഓർഗാനിക് ഡിസോൾഡ് സോളിഡ്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഓർഗാനിക് ഡിസോൾഡ് സോളിഡ്സ് വിൽ ബി ഈക്വൽ ടു ഡിസോൾഡ് സോളിഡ്സ് മൈനസ് ഇൻഓർഗാനിക് ഡിസോൾഡ് സോളിഡ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കുറച്ച് വാട്ടർ എടുക്കുന്നു, അതിനെ ചൂടാക്കുമ്പോൾ അതിൽ കുറച്ച് സോളിഡ്സ് ബാക്കി ഉണ്ടാവും. ആ സോളിഡ്സിൻ്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യും. ആ വെയിറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. അതിനാണ് ഗ്രാവിയോമെട്രിക് ടെക്നിക് എന്ന് പറയുന്നത്. ഈ സാർ ഓക്കെ? യെസ്, ഈ സാർ ഓക്കെ? സോ ഈ പോയിന്റ് നിങ്ങൾ എഴുതണം, ഫിഗർ വരയ്ക്കുക. ഫിൽറ്ററബിൾ സോളിഡ്സിനെ ഡിസോൾഡ് സോളിഡ്സ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഡിസോൾഡ് സോളിഡ്സിന്റെ മറ്റൊരു പേരാണെന്ത്? ഫിൽറ്ററബിൾ സോളിഡ്സ്. അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യപ്പെടുന്ന സോളിഡ്സിനെ നമ്മൾ എന്താക്കി കൺസിഡർ ചെയ്യും? ഡിസോൾഡ് സോളിഡ്സ് ആക്കി കൺസിഡർ ചെയ്യാറുണ്ട്. ഫിൽറ്റർ ചെയ്യപ്പെടാത്ത, അതായത് നോൺ ഫിൽറ്ററബിൾ സോളിഡ്സിനെ നമ്മൾ എന്ത് പറയും? സസ്പെൻഡഡ് സോളിഡ്സ് എന്നും പറയാറുണ്ട്. ഈസ് ദാറ്റ് ഓക്കെ? യെസ് ഓക്കെ അല്ലേ? നൗ ദ ലാസ്റ്റ് പോയിന്റ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സോഴ്സ് പറഞ്ഞു, ഇമ്പാക്ട് പറഞ്ഞു, മെഷർമെന്റ് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് യൂസിങ് ഗ്രാവിയോമെട്രിക് ടെക്നിക്. നൗ ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ലിമിറ്റ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ഇൻ ദ വാട്ടർ. യെസ്, ഫസ്റ്റ് രണ്ട് ലിമിറ്റ് നമ്മൾ പറയാറുണ്ട്. ഒന്ന് ആക്സെപ്റ്റബിൾ ലിമിറ്റ് ആണ്. ആക്സെപ്റ്റബിൾ ലിമിറ്റ് നമ്മളിതിനെ ചുരുക്കി ഇനി മുതൽ AL എന്ന് എഴുതുള്ളൂ. ഓക്കെ, എത്രയാണത്? 500 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. 500 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. അതായത് ഇത്ര വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ സഹിക്കാൻ പറ്റും, ഇത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ അലൗ ചെയ്യാം, ആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ അല്ലേ? കുഴപ്പമില്ല, ഇത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നൗ രണ്ടാമത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് കോസ് ഫോർ റിജക്ഷൻ ആണ്. കോസ് ഫോർ റിജക്ഷൻ ലിമിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 ആണ്. 2000 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് കോസ് ഫോർ റിജക്ഷൻ. അതായത് ഒരു സാമ്പിൾ ഓഫ് വാട്ടറിൽ 2000 മില്ലിഗ്രാം പെർ ലിറ്റർ, 2000 മില്ലിഗ്രാം പെർ ലിറ്ററിനേക്കാളും കൂടുതൽ എന്തുണ്ട്? 2000 മില്ലിഗ്രാം പെർ ലിറ്ററിനേക്കാളും കൂടുതൽ എന്തുണ്ട്? സസ്പെൻഡഡ് സോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒന്നും നോക്കാതെ റിജക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? പക്ഷെ 2000 മില്ലിഗ്രാം പെർ ലിറ്ററിൽ താഴെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ വേണമെങ്കിൽ സഹിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? അതാണ് കോസ് ഫോർ റിജക്ഷൻ. പൂർണ്ണമായിട്ട് റിജക്ട് ചെയ്യാൻ നമ്മൾ കണക്കാക്കുന്ന ലിമിറ്റാണ് എന്ത്? 2000 മില്ലിഗ്രാം പെർ ലിറ്റർ. അതാണ് കോസ് ഫോർ റിജക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സാധാരണ നമുക്ക് നല്ല സമയമുണ്ട്, നല്ല കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ നമുക്ക് അക്കോമഡേറ്റ് ആണ്, നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളും സൗകര്യവും ഉണ്ടെങ്കിൽ നമ്മുടെ ലിമിറ്റ് എത്ര വരെ ആവാം? 500 മില്ലിഗ്രാം പെർ ലിറ്റർ ആവാം. ഇനി അതല്ല, നമുക്ക് എമർജൻസി കേസാണ്. അതായത് ഒരു ഫ്ലഡ് മൊത്തം വന്നപ്പോൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മൊത്തം എന്തായി? ചീത്തയായി പോയി. ഫ്ലഡ് അല്ലേ വരുന്നത്? നമ്മളെ ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷൻസ് എല്ലാം എന്തായിപ്പോയി? നമ്മളെല്ലാം തകരാറായിപ്പോയി. പക്ഷേ കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് പെട്ടെന്ന് വാട്ടർ എത്തിക്കുകയും വേണം, കാരണം അവിടെ നമുക്ക് ഡെയിലി യൂസിനുള്ള വാട്ടർ ഇല്ല. സോ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തട്ടിക്കൂട്ടി ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റും. നമുക്ക് തട്ടിക്കൂട്ടി ട്രീറ്റ്മെൻറ്റ് നടത്തി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ലിമിറ്റ് വരെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് അണ്ടർ എമർജൻസി കണ്ടീഷൻ. Under emergency condition, we can keep the quantity limit up to cause for rejection limit. Okay അല്ലേ? ആ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? സോ അക്സെപ്റ്റബിൾ ലിമിറ്റ് ആണ് നോർമൽ ലിമിറ്റ്, ദാറ്റ് ഈസ് 500 മില്ലിഗ്രാം പെർ ലിറ്റർ. അതായത് നല്ലപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സമയം സൗകര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ 500 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഇനി അതല്ല, നമുക്ക് പെട്ടെന്ന്
വാട്ടർ എത്തിക്കണം, എമർജൻസി അവിടെ വാട്ടർ എത്തിക്കണമെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. 2000 വരെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കീപ്പ് ചെയ്യാം ഈ ഒരു സസ്പെൻഡ് സൊല്യൂഷനെ. അതിന് മുകളിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും സഹിക്കാൻ പറ്റില്ല. യു ഹാവ് ടു റിജക്ട് ദാറ്റ് സാമ്പിൾ. അതാണ് കോസ് ഫോർ റിജക്ഷൻ ലിമിറ്റ്, ഒഴിവാക്കാൻ കാരണമാകുന്ന ലിമിറ്റ്, കോസ് ഫോർ റിജക്ഷൻ ലിമിറ്റ്. ഓക്കെ അല്ലേ? യെസ്, ഈ ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ഫിസിക്കൽ പാരാമീറ്റർ ആണ് ഇത് നമ്മുടെ സസ്പെൻഡ് സോളിഡ് എന്ന് പറയുന്നത്. സോഴ്സ് പറഞ്ഞു, ഇമ്പാക്റ്റ് പറഞ്ഞു, അതിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം ഇതിലുള്ള. ഓക്കെ അല്ലേ? അല്ലാതെ നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല. യെസ് നോക്കിയേ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോപ്പിക്കിൻ്റെ തിയറി എത്രത്തോളം നമ്മൾ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ അഡീഷണൽ പോയിന്റ് പഠിക്കാം. ശ്രദ്ധിക്കണം, നമ്മൾ തിയറി മാത്രം പഠിച്ച് പോലല്ല കാര്യം. തിയറിയിൽ നമുക്ക് ഒരുപാട് സ്പെസിഫിക്കേഷൻസും പോയിന്റ് പറയാനേ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് ശീലിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുക. ഓക്കെ, സോ ആദ്യം തിയറി പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ അത് മാറ്റി വെക്കുക. നിങ്ങൾ ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്യുക, കുറേ തിയറികൾ പഠിക്കുക. നമ്മൾ എന്തായാലും നമുക്കറിയാം എക്സാമിൻ്റെ പാറ്റേൺ, എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. പഴയ രീതിയിലുള്ള കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് മാത്രം അല്ല ചോദിക്കുന്നത്, നല്ല രീതിയിലുള്ള ന്യൂമറിക്കൽ ചോദ്യങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ നമ്മൾ ആ രീതിയിൽ വേണം നമ്മൾ പ്രിപ്പറേഷൻ വരാൻ. നിങ്ങൾക്ക് പണ്ട് മുതലുള്ള പഴയ PSC ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം അങ്ങനെയല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാറി ഇപ്പം വേറെ ലെവലുകളിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മുടെ അപ്രോച്ചും അങ്ങനെ ആയിരിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് വേണം നമ്മളെ തിയറി ഡെവലപ്പ് ചെയ്യാൻ. ഓക്കെ അല്ലേ? സോ കൂടുതൽ കോൺസെൻട്രേഷൻ ഷുഡ് ബി ഇൻ ഡൂയിങ് ദ ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും എന്താ ഉദ്ദേശം. നോക്കിയേ, എ സിന്തറ്റിക് സാമ്പിൾ ഓഫ് വാട്ടർ ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് 100 mg of kaolinite, which is a clay mineral, 200 mg of glucose, 168 mg of NaCl, 120 mg of MgSO4, 111 mg of CaCl2 to 1 liter of pure water. Okay അല്ലേ? ഒരു സാമ്പിൾ ഉണ്ടാക്കിയിരിക്കുകയാണ് by adding all these things. ചോദ്യം എന്താണ്? What is the concentration of total solids and fixed dissolved solids respectively in the solution in milligram per liter ആണ് എന്നാണ് ചോദ്യം. What is the total solids എന്നാണ് ചോദ്യം. What is the fixed dissolved solids എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഓക്കെ ആണോ? യെസ്. സോ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെയാണ് ആഡ് ചെയ്തത് ഫസ്റ്റ് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം. കെയോലനൈറ്റ് ആണ്. കെയോലനൈറ്റ്, യെസ്, നമുക്കറിയാം അതൊരു ക്ലേ മിനറലാണ്. കെയോലനൈറ്റ്, മോണ്ടുമൊറിലോനൈറ്റ്, ഇലൈറ്റ് അല്ലെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ. ദീസ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ക്ലേ മിനറൽസ് ആണ് കെയോലനൈറ്റ്, മോണ്ടുമൊറിലോനൈറ്റ് ആൻഡ് ഇലൈറ്റ് എന്ന് പറയുന്നത്. സോ ക്ലേ അല്ലേ, നമ്മൾ എഴുതിയിട്ടുണ്ട് സസ്പെൻഡഡ് സോഴ്സിന്റെ സോഴ്സിൽ ഇനോർഗാനിക് മെറ്റീരിയൽ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ഇനോർഗാനിക് മെറ്റീരിയൽ സോഴ്സ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്? ഏതൊക്കെയായിരുന്നല്ലോ? ക്ലേ, സിൽട്ട്, സാൻഡ്, ഗ്രാവൽ അല്ലെ. സോ ക്ലേ എന്ന് പറയുന്നത് എന്താണ്? സസ്പെൻഡഡ് സോളിഡിന്റെ ഒരു സോഴ്സ് ആണ്, അതായത് അത് ടോട്ടൽ സോളിഡിന്റെ ഭാഗമല്ലേ. യെസ്. 200 mg ഓഫ് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് വാട്ടറിൽ കെമിക്കലി ബോണ്ടഡ് ആയിരിക്കില്ലേ? കെമിക്കലി ബോണ്ടഡ് ആവുന്ന സാധനങ്ങളെല്ലാം എന്തായിരിക്കും? ഡിസോൾഡ് സോളിഡ്സ് ആയിരിക്കും. ഡിസോൾഡ് സോളിഡ്സ് വിൽ ബി കെമിക്കലി ബോണ്ടഡ് ഇൻ വാട്ടർ ആയിരിക്കും. പക്ഷെ നമ്മളെ കെയോലിനൈറ്റ് വിച്ച് ഇസ് നത്തിങ് ബട്ട് എ ക്ലേ മിനറൽ ആണ്. ദിസ് വിൽ ബി സസ്പെൻഡഡ് സോളിഡ് ആയിരിക്കും. അതായത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ അതിനെ സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും അല്ലേ. അതല്ലേ സസ്പെൻഡ് സോളിഡ്സ്. ഡിസോൾവ് സോളിഡ്സ് എന്താണ്? അവർ കെമിക്കലി ബോണ്ടഡ് ആയിരിക്കും. നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ടു റിമൂവ് ദീസ് തിങ്സ്. സോ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടറിൽ കെമിക്കലി ബോണ്ടഡ് ആണ്. അതേപോലെ സോഡിയം ക്ലോറൈഡ് കെമിക്കലി ബോണ്ടഡ് ആണ്. MgSO4 കെമിക്കലി ബോണ്ടഡ് ആണ്. CaCl2 കെമിക്കലി ബോണ്ടഡ് ആണ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ സസ്പെൻഡഡ് സോളിഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കെയോലിനൈറ്റ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 100 mg ഓഫ് കെയോലിനൈറ്റ് ആണ്. ഡിസോൾഡ് സോൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാവാം? ഗ്ലൂക്കോസ് ആവാം, സോഡിയം ക്ലോറൈഡ്, MgSO4 ആൻഡ് CaCl2. പിന്നെ ഏതുണ്ടോ? NaCl, MgSO4 ആൻഡ് CaCl2. ഈ പറഞ്ഞ 4 ഐറ്റംസ് എന്താണ്? ഡിസോൾഡ് സോളിഡ്സ് ആണ്. ഓക്കെ അല്ലേ?
നമുക്കറിയാം ടോട്ടൽ സോളിഡ് ഈക്വൽ ടു എന്താണോ, ടോട്ടൽ സോളിഡ് ഈസ് ഈക്വൽ ടു സസ്പെൻഡഡ് സോളിഡ് പ്ലസ് ഡിസോൾഡ് സോളിഡ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ എന്തായിരിക്കും ക്വാണ്ടിറ്റി ഓഫ് ടോട്ടൽ സോളിഡ്സ്? യെസ്, ടോട്ടൽ സോളിഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം ടോട്ടൽ സോളിഡ്സ് ആണ്. സോ എന്ത് ചെയ്യുക, ഡയറക്ട്ലി ആഡ് ചെയ്യുക. എത്രയൊക്കെയാണ് വാല്യൂ ആഡ് ചെയ്യേണ്ടത്? യെസ് പറയൂ. യെസ്, 100 milligram പ്ലസ് 200 milligram പ്ലസ് 168 പ്ലസ് 120 പ്ലസ് 111 അല്ലേ? 5 അല്ലേ? 100 പ്ലസ് 200 പ്ലസ് 168 പ്ലസ് 120 പ്ലസ് 111. ഓക്കെ അല്ലേ? If you do this, you can get the answer. Yes, is that okay? എത്രയാണ് കിട്ടുക? You will get it as 699 I guess അല്ലേ? 100 300 400 500 568 579 500 599 എന്ന് കിട്ടും അല്ലേ? 599 എന്നാണ് കിട്ടുക. 599 ആണോ 699 ആണോ? 400 500 600 അല്ലേ? 699 എന്ന് കിട്ടും. 699 milligram per liter എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫിക്സ്ഡ് ഡിസോൾഡ് സോളിഡ്സ് ആണ്. വെറും ഡിസോൾഡ് സോളിഡ്സ് അല്ല. എന്താണ് ഡിസോൾഡ് സോളിഡ്സ്? കെമിക്കലി ബോണ്ടഡ് ആയിട്ടുള്ള സോളിഡ്സിനെ നമ്മൾ എന്ത് പറയും? ഡിസോൾഡ് സോളിഡ്സ് എന്ന് പറയും. ഗ്ലൂക്കോസ് ഉണ്ട്, NaCl ഉണ്ട്, MgSO4 ഉണ്ട്, ആൻഡ് വേറെ ഏതാണുള്ളത്? CaCl2 ഉണ്ട്. ഇവർ ചോദിച്ചിരിക്കുന്നത് ഫിക്സ്ഡ് ഡിസോൾഡ്സ് ആണ്. എന്താണ് ഫിക്സ്ഡ് ഡിസോൾഡ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ? ഇൻഓർഗാനിക് ഡിസോൾഡ് സോളിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സ്ഡ് ഡിസോൾഡ് സോളിഡ്സ് എന്ന് പറയുന്നത്. അതായത് ഗ്ലൂക്കോസ് എന്തല്ല, ഇൻഓർഗാനിക് അല്ല, ഓർഗാനിക് ആണ്. ഗ്ലൂക്കോസ് ഈസ് എ ഓർഗാനിക് ഡിസോൾഡ് സോളിഡ്സ് ആണ്. സോ നോട്ടാക്കി എഴുതുക. ഗ്ലൂക്കോസ് എന്താണ്? ഗ്ലൂക്കോസ് ഡിസോൾഡ് സോളിഡ്സ് ആണ്. പക്ഷെ എന്ത് ടൈപ്പാണ്? ഓർഗാനിക് ആണ്. ഓർഗാനിക് ഡിസോൾഡ് സോളിഡ്സ് ആണ് എന്ത്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് ഈസ് എ ഓർഗാനിക് ഡിസോൾഡ് സോളിഡ്സ് ആണ്. ഗ്ലൂക്കോസ് ഈസ് എ ഓർഗാനിക് ഡിസോൾഡ് സോളിഡ് ആണ്. യെസ്, ഈസ് ആർ ഓക്കെ? ഓർഗാനിക് ഡിസോൾഡ് സോളിഡ്സ് ആണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ദാറ്റ് ഈസ് NaCl, MgSO4, CaCl2. ഇതൊക്കെ ഏതാണ്? ഇൻഓർഗാനിക് ഡിസോൾഡ് സോളിഡ്സ് ആണ്. അതിന് നമ്മൾ എന്തും പറയും? ഫിക്സ്ഡ് ഡിസോൾഡ് സോളിഡ്സ് എന്ന് പറയും. ഈസ് ആർ ഓക്കെ? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാതെ നമുക്ക് എന്തറിയാൻ പറ്റില്ല? ഏതാണ് ഇൻഓർഗാനിക്, ഏതാണ് ഓർഗാനിക്? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട് എന്ന് തിയറി മാത്രം പഠിച്ചു പോയി കിട്ടില്ല. ഓക്കെ അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതലും ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? കടന്നു പോകണം. സോ നിങ്ങൾ നോക്കിയേ, എന്തായിരിക്കും ഫിക്സ്ഡ് ഡിസോൾഡ് സോളിഡ്സ്? FDSന്റെ വാല്യൂ എന്തായിരിക്കും? FDS എന്തായിരിക്കും? ഫിക്സ്ഡ് ഡിസോൾഡ് മീൻസ് ഇൻഓർഗാനിക്. എത്രയൊക്കെയാണ് വേണ്ടത്? 168 പ്ലസ് 120 പ്ലസ് 111 അല്ലേ? 168 168 പ്ലസ് 120 പ്ലസ് 111 120 അല്ലേ? 168 NaCl ആണ്, 120 MgSO4 ആണ്, 111 CaCl2 ആണ്. ഗ്ലൂക്കോസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്ലൂക്കോസ് ഡിസോൾഡ് സോളിഡ്സ് ആണ്, പക്ഷേ ഓർഗാനിക് ആണത്. നമുക്ക് ഇൻഓർഗാനിക് ആണ് വേണ്ടത്. അതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് എന്ന് പറയുന്നത്. യെസ്, ഇത് എത്ര കിട്ടും? 100 200 300 399 എന്ന് കിട്ടും അല്ലേ? 399 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഏതാ വരിക? 699 and 399. 699 and 399. യെസ്, ഓപ്ഷൻ ഡി എന്ന് കിട്ടും. 699 and 399. ഓപ്ഷൻ സി എന്ന് കിട്ടും. ഈസ് ദാറ്റ് ഓക്കെ? യെസ്, ഈസ് ദാറ്റ് ഓക്കെ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, സസ്പെൻഡഡ് സോളിഡ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നോട്ടാക്കി എഴുതിയിട്ടുണ്ട്. കുറച്ച് ന്യൂമറിക്കൽ അഡീഷണലി വരുന്ന കുറച്ച് ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ചെയ്യുന്നത്. യെസ്, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. A groundwater sample, groundwater എന്ന് വെച്ചാൽ എന്താണോ? Subsurface water, was found to contain 500 milligram per liter of total dissolved solids. 500 milligram per liter of total dissolved solids ആണ്. ഒരു വാട്ടർ സാമ്പിൾ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് നിന്നുണ്ട് 500 milligram per liter of total solids ഉണ്ട്. ചോദിച്ചിരിക്കുന്നത് what is total dissolved solids in percentage present in the water sample ആണ്. What is the total dissolved solids in percentage ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് ഈസ് ഗിവൺ ആസ് 500 milligram per liter ആണ്. ഓക്കെ അല്ലേ? ഇത് നമുക്കറിയാവുന്ന ചെറിയൊരു
പരിപാടിയാണ് എന്ത്? നമുക്കറിയാം 1 liter of water is 1 liter of water is equal to 1000 kilogram. 1 kilogram of water ആണ്. 1 kilogram of water ആണ് അല്ലേ? ഇത് നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് സെയിം ആണല്ലേ? നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ നമുക്ക് തൂക്കിയും തരും, വെളിച്ചെണ്ണ നമുക്ക് എന്താണ് വോളിയമായിട്ട് മെഷർ ചെയ്തും തരും. രണ്ടും എന്തായിരിക്കും? 1 liter of water ഈസ് ഈക്വൽ ടു എന്താണ്? 1 kilogram of water ആണ്. ഓക്കെ അല്ലേ? സോ നമുക്കെന്ത് പറയാം? 1 kilogram എന്ന് വെച്ചാൽ എത്രയാണോ? 1000 gram അല്ലേ? 1000 gram of water ആണ്. 1000 gram of water ആണ്. സോ 500 milligram per literനെ നമുക്ക് എന്ത് എഴുതാം? Therefore TDS total dissolved zone is 500 milligram ആണ് സോളിഡ് ഉള്ളത് per liter അല്ലെ? 1 liter of water is equal to 1 kilogram. 1 kilogram എന്ന് പറയുമ്പോൾ 1000 gram ആണ് അല്ലെ? ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100. ഇത് പെർസെൻറ്റേജ് ആയില്ലേ? ഇൻറ്റു പെർസെൻറ്റേജ് ആയില്ലേ? യെസ്. ഒരേ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 500 milligram ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 10⁻³ milligram എന്നാവും. ഇൻറ്റു 100 gram അല്ലെ? നമുക്കറിയാം ഇതൊക്കെ കൺവേർഷൻ നമുക്കറിയാം. 1 milligram is equal to 10⁻³ gram ആണ്. ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. 1 gram is equal to 10⁻³ kilogram ആണ്. യെസ്. ഓക്കെ അല്ലേ? യെസ്. ഇഫ് യു ഡു ദിസ് എത്ര കിട്ടും നമുക്ക്? യെസ് സോറി, ഇത് എത്രയാണ്? 1 gram is equal to എത്ര ഉണ്ടാവുക? 1 gram is equal to യെസ് 1 gram is equal to 10⁻³ milligram ആണ്. 10⁻³ milligram ആണ്. സോ ഇഫ് യു ഡു ദിസ് you will get 0.05% എന്ന് കിട്ടും. 0.05% എന്ന് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. 1 gram is equal to എത്രയാണ്? 10⁻³ milligram ആണ്. അതായത് 1000 milligram ആണ്. ഓക്കെ, അതിനെ അവിടെ എഴുതിയത് 1 milligram is equal to 10⁻³ gram. 1 gram is equal to 10⁻³ kilogram. Is that okay? So answer is 0.05% ആണ്. സോ ഇവിടുന്ന് കിട്ടിയ പുതിയ സംഭവം എന്താ? പണ്ട് മുതലേ അറിയുന്നതാണ്. 1 liter of water is equal to എന്നാണ് 1 kilogram of water ആണ്. അതിനെ നമുക്ക് ഇങ്ങനെ ഒരു ന്യൂമറിക്കൽ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. 500 milligram per literനെ നമുക്ക് എന്ത് ചെയ്യും? പെർസെൻറ്റേജിൽ പറയാൻ പറ്റും. 1 liter is equal to എത്രയാണ്? 1000 gram ആണ്. അതിനെ പെർസെൻറ്റേജിൽ പറഞ്ഞാൽ മതി. യെസ്. ഈസ് ആർ ഓക്കെ? യെസ്. ഇനി ഈ ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്, പക്ഷെ വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കിയേ. എ ഫിൽട്ടറബിൾ റെസിഡ്യൂ അനാലിസിസ് ഈസ് റൺ ഓൺ എ സാമ്പിൾ ഓഫ് വാട്ടർ ആസ് ഫോളോസ്. ഫിൽട്ടറബിൾ റെസിഡ്യൂ അനാലിസിസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ വാട്ടറിനെ ആദ്യം ഫിൽറ്ററിലൂടെ പാസ് ചെയ്യും, എന്നിട്ട് ആ റെസിഡ്യൂനെ നമ്മൾ എന്ത് ചെയ്യാണ്? അനലൈസ് ചെയ്യാണ്. ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ റിട്ടേൺ ചെയ്യുന്ന സാധനങ്ങൾ എന്തായിരിക്കും? റെസിഡ്യൂ ആയിരിക്കുമല്ലോ. എ ഫിൽട്ടറബിൾ റെസിഡ്യൂ അനാലിസിസ് ഈസ് റൺ ഓൺ എ സാമ്പിൾ ഓഫ് വാട്ടർ ആസ് ഫോളോസ്. പ്രയർ ടു ഫിൽട്ടറിംഗ്, അതായത് ഫിൽട്ടറിംഗിന് മുമ്പ്, the crucible and filter pad are taken overnight in the drying oven and cooled, and dry mass of the pair was determined as 62.319 gram ആണ്. അതായത് ഡ്രൈ വെയിറ്റ് ഓഫ് ഫിൽട്ടർ പ്ലസ് ക്രൂസിബിൾ ആണ്. ക്രൂസിബിൾ മീൻസ് ഇങ്ങനെ ഒരു ഷേപ്പുള്ളൊരു കപ്പാണ് അല്ലേ? ഈ ഒരു ഷേപ്പുള്ളൊരു കപ്പിനെയാണ് നമ്മൾ എന്ത് പറയാം? ക്രൂസിബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? നമ്മൾ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിൽറ്റർ വെച്ചിരുന്നാണ് വാട്ടർ ഒഴിക്കുകയാണ്. ക്രൂസിബിൾ മീൻസ് നമ്മൾ ലാബിലൊക്കെ അല്ല സാധനങ്ങൾ ചൂടാക്കാനും നമ്മൾ ഓവനിലൊക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ കപ്പില്ലേ, ആ പാൻ, അതിനെയാണ് നമ്മൾ ക്രൂസിബിൾ ഉദ്ദേശിച്ചത്. ഓക്കെ അല്ലേ? സോ അതിൻ്റെ ഡ്രൈ വെയിറ്റ് ആണ് എത്ര പറയുന്നത്? 62.319 കിലോഗ്രാം എന്ന് പറയുന്നത്, ഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 250 milliliters of sample is drawn through a filter pad in the porous bottom of the crucible. The crucible and filter pad are then placed in drying at 104 degrees Celsius and dried until a constant mass of 6238 gram ആണ്. ഇനി ഈ ഒരു സിസ്റ്റത്തിലേക്ക്, ഇതാണ് ഡ്രൈ മാസ്. ഓക്കെ, ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? 250 ml ഓഫ് വാട്ടർ ഒഴിച്ചു. 250 ml ഓഫ് വാട്ടർ സാമ്പിൾ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത് ഈ ഫിൽറ്ററിലൂടെ അല്ലേ? അങ്ങനെ ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത ശേഷം നമ്മൾ അതിനെ പിന്നെ എന്ത് ചെയ്തു? ഡ്രൈ ചെയ്തു. പിന്നെ കിട്ടിയ വെയിറ്റ് എത്രയാണ്? 62.382 gram ആണ്. ഓക്കെ അല്ലേ? യെസ്. ആദ്യം നമ്മുടെ ആ കപ്പിൻ്റെയും ഫിൽറ്ററിൻ്റെ വെയിറ്റ് എത്രയാണ്? അതായത് എം ടി വെയിറ്റ് ഓഫ് ദ കപ്പ് ആൻഡ് ഫിൽറ്റർ എത്രയാണ്? 62.319 ആണ്. നമ്മൾ ആ ഫിൽറ്ററിലേക്ക് എത്ര വാട്ടറാണ് ഒഴിക്കുന്നത്? 250 ml വാട്ടറാണ് ഒഴിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ആ ഒരു വാട്ടറിൽ എന്ത് സംഭവിക്കും? സസ്പെൻഷൻ സോൾസ് ഈ ഫിൽറ്ററിൽ വന്ന് നിൽക്കും അല്ലേ?
ആൻഡ് ആ വാട്ടർ കപ്പിലുണ്ടാവും. നമ്മൾ അതിനെ 104 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുന്നുണ്ട്. സോ മോയ്സ്ചർ കണ്ടു ഫുള്ള് വേപ്പറായി പോകും. സോ ഇപ്പം തീർച്ചയായിട്ടും നേരത്തെ ഉള്ളതിനേക്കാളും എം ടി വെയിറ്റിനേക്കാളും വെയിറ്റ് കൂടൂലേ, കാരണം സോളിഡ്സിന്റെ വെയിറ്റും കൂടി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ദെൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ദ സസ്പെൻഡഡ് സോളിഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ സാമ്പിൾ. നമുക്കറിയാം ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്ററിന്റെ മുകളിൽ നിൽക്കുന്ന സാധനം മൊത്തം എന്തായിരിക്കും, സസ്പെൻഡഡ് സോളിഡ് ആയിരിക്കും. എന്ത് ചെയ്താൽ മതി യെസ്, നേരത്തെ 62.319 ആയിരുന്നു എം ടി വെയിറ്റ് ഓഫ് ദ കപ്പ് ആൻഡ് ഫിൽറ്റർ. ഇപ്പൊ എത്രയായത് 62.382 ആയി. ഓക്കെ, therefore the concentration of suspended solid in 250 ml of water 250 ml ആണ് എത്രയാണ് 62.382 മൈനസ് 60 എത്രയാണ് വാല്യൂ 62.319 അല്ലേ? യെസ് 62.319 62.319 ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ദിസ് ഈസ് ഗ്രാം ആണ്. എത്ര ഇടാം? ദിസ് ഈസ് 0.063 എന്ന് വരും, ഗ്രാം എന്നാണ് വരും. ദിസ് ഈസ് 0.063 ഗ്രാം ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് മില്ലിഗ്രാം പെർ ലിറ്ററിലാണ്. യെസ്, വി നീഡ് ദ ആൻസർ ഇൻ മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് അല്ലേ? ഓപ്ഷൻ ABCD. യെസ്, ദിസ് ഈസ് 0.03 ഗ്രാം പെർ 250 ml ആണ്. 250 ml ആണ് അല്ലെ? 250 ml ആണ് എന്ത് ഇത്ര ഉള്ളത്. സോ നമുക്ക് അതിന്റെ യൂണിറ്റ് മാറ്റിയാൽ പോരെ? നോക്കിയേ 0.063 ഗ്രാം എന്ന് പറയുന്നത് 10⁻³ എന്താണ് മില്ലിഗ്രാം ആണ്. പെർ 250 ml ആണ്. 250 ml അല്ലടോ. ആൻഡ് 1 ml ഈക്വൽ എത്രയാടോ? നമുക്കറിയാം, നമ്മൾ 1 ഗ്രാം ഈസ് ഈക്വൽ ടു 10⁻³ മില്ലിഗ്രാം ആണ്. ഓക്കെ അല്ലേ? യെസ്, 1 ml ഈസ് ഈക്വൽ ടു എത്രയാണ്? 10⁻³ ലിറ്റർ ആണ്. 10⁻³ ലിറ്റർ ആണ്. സോ 1 ml മാറ്റി നമുക്ക് എന്ത് ചെയ്യാം? 250 ml എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 10⁻³ ലിറ്റർ ആക്കാം. 10⁻³ ലിറ്റർ എന്ന് പറയുമ്പോൾ 0.063 ഇൻറ്റു 10⁻³ മില്ലിഗ്രാം. 10⁻³ താഴെയുള്ളത് മുകളിൽ വരും. ദാറ്റ് ഈസ് 1000 ഡിവൈഡ് ബൈ 250. സോ ഇത് എത്രയാണ്? 4 എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്രയാണ് വരിക? 63 മില്ലിഗ്രാം ഇൻറ്റു 4 പെർ ലിറ്റർ. ദാറ്റ് ഈസ് 63 240 252 മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് വരും. 252 മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് വരും. യെസ്, ഓക്കെ അല്ലേ? സോ യൂണിറ്റ് കൺവേർഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്, അറിഞ്ഞിരിക്കുക. സോ ആൻസർ വിൽ ബി 252 മില്ലിഗ്രാം പെർ ലിറ്റർ ആയിരിക്കും. 252 മില്ലിഗ്രാം പെർ ലിറ്റർ ആയിരിക്കും. ഈസ് ആർ ഓക്കെ? യെസ്, ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് സസ്പെൻഡഡ് സോളിഡ്സ്. ഓക്കെ അല്ലേ? 3 വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഒന്ന്, എന്താണ് ഫിക്സ്ഡ് ഡിസോൾവ്ഡ് സോളിഡ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫിക്സ്ഡ് ഡിസോൾവ്ഡ് സോളിഡ്സ്? ഇനോർഗാനിക് ആയിട്ടുള്ള ഡിസോൾവ്ഡ് സോളിഡ്സിനാണ് നമ്മൾ ഫിക്സ്ഡ് ഡിസോൾവ്ഡ് സോളിഡ്സ് എന്ന് പറയാം. 2, മില്ലിഗ്രാം പെർ ലിറ്ററിനെ നമുക്ക് പെർസെൻ്റേജ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. 1 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് 1 കിലോഗ്രാം ഓഫ് വാട്ടർ. നൗ അതാണ് എക്സ്പെരിമെന്റ്. അതാണ് നമ്മൾ മെഷർമെന്റ് ഗ്രാവിയോമെട്രിക് ടെക്നിക്കിലും പറഞ്ഞത് അല്ലേ? നമ്മൾ ഫിൽറ്റർ വഴി വാട്ടർ പാസ് ചെയ്യുമ്പോൾ ഫിൽറ്ററിന്റെ മുകളിൽ നിൽക്കുന്ന എല്ലാം എന്തായിരിക്കും? സസ്പെൻഡഡ് സോളിഡ്സ് ആയിരിക്കും. നമുക്ക് എം ടി വെയിറ്റ് ഓഫ് ദ കപ്പ് അറിയാം. ദെൻ എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് അറിയാം. സോ ആ വെയിറ്റ് ഡിഫറൻസ് ഉണ്ടാവും. അതിന് ഡിഫറൻസ് എടുക്കുക, പെർ ലിറ്ററിൽ എക്സ്പ്രസ് ചെയ്യാം. യു വിൽ ഗെറ്റ് ദ മില്ലിഗ്രാം പെർ ലിറ്റർ ആൻസർ. ഈസ് ദാറ്റ് ഓക്കെ? യെസ്, ഈസ് ദാറ്റ് ഓക്കെ? ഓക്കെ അല്ലേ? നൗ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററായ സസ്പെൻഡഡ് സോളിഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നൗ നെക്സ്റ്റ് വൺ ഈസ് ടർബിഡിറ്റി. സെക്കൻഡ് ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ദാറ്റ് ഈസ് ടർബിഡിറ്റി ആണ്. ഓക്കെ, എന്താണ് ടർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടർബിഡിറ്റി എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കിട്ടുന്ന ഐഡിയ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ടറിലെ കലക്കാണല്ലേ? വാട്ടർ കലക്കാണ്, വാട്ടർ ടർബിഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ടർബിഡ് ആണ്. എന്തുകൊണ്ടാണ് വാട്ടർ ടർബിഡ് ഉണ്ടാകാൻ കാരണം? ഈ ഒരു സസ്പെൻഡഡ് സോളിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. വാട്ടറിൽ സസ്പെൻഡഡ് സോളിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് വാട്ടറിൽ കലക്കുണ്ടാവുന്നത്. ആ ഒരു കലക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടർബിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? നമ്മൾ നേരത്തെ പറഞ്ഞ സസ്പെൻഡഡ് സോളിഡ്സിന്റെ അതേ സോഴ്സ് ആയിരിക്കും, അതേ ഇമ്പാക്റ്റ് ആയിരിക്കും
ടർബിഡിറ്റിയും ഉണ്ടാക്കുന്നത്. കാരണം ടർബിഡിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സസ്പെൻഡ് സോളിഡ്സിന്റെ പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ അല്ലേ? ഇനി വാട്ട് ഈസ് ദ ടെക്നിക്കൽ ഡെഫിനിഷൻ ഫോർ ടർബിഡിറ്റി? ടെക്നിക്കൽ ഡെഫിനിഷൻ ഫോർ ടർബിഡിറ്റി, യെസ്, എന്താണോ? നിങ്ങൾ നോക്കിയേ, ഒരു തരത്തിലും സസ്പെൻഡഡ് സോളിഡ് ഇല്ലാത്ത ഒരു വാട്ടർ ആണെന്ന് വെച്ചോ, നല്ല ക്ലിയർ വാട്ടർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു വാട്ടർ ബോഡിയുടെ അടിത്തട്ട് വരെ കാണാം അല്ലേ? നല്ല ക്ലിയർ വാട്ടർ ആണെങ്കിൽ ആ വാട്ടർ ബോഡിൻ്റെ അടി വരെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ. അത്ര ഡെപ്ത് ഇല്ലാത്ത ചെറിയ ഡെപ്ത് ഉള്ള ഒരു വാട്ടർ ബോഡി ആണെങ്കിൽ ഓക്കെ, നമുക്ക് അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അടി നമുക്ക് അതിൻ്റെ ബോട്ടം റിവർ ബെഡ് നമുക്ക് കാണാൻ പറ്റും. അതായത് ചെറിയൊരു ഡെപ്ത്, വളരെ കുറഞ്ഞ ഡെപ്ത് ഉള്ള ഒരു വാട്ടർ ബോഡി ആണെങ്കിൽ അല്ലേ? കാരണം എന്താണ്? അവിടെ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സുഖമായിട്ട് താഴോട്ട് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് അല്ലേ? നമ്മുടെ ലൈറ്റ് സുഖമായിട്ട് പെനിട്രേറ്റ് ചെയ്ത് ബോട്ടത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ ഐസിലെത്തുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? സോ ലൈറ്റിന് സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ പെനിട്രേഷൻ നടക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ല. അത് ബോട്ടത്തിൽ പോയിട്ട് നല്ലപോലെ എന്ത് ചെയ്യുന്നത്? റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ബോട്ടം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇനി അതല്ല, ഈ വാട്ടറിൽ സസ്പെൻഡഡ് സോൾസ് ഉണ്ടെങ്കിലോ, ഒരുപാട് സസ്പെൻഡ് സോൾസ് ഉണ്ടെങ്കിലോ വാട്ടർ ഈ ലൈറ്റിന് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ ലൈറ്റ് ബോട്ടം വരെ പെനിട്രേറ്റ് ചെയ്ത് എത്തില്ല. അതിന് മുമ്പ് തന്നെ അത് സ്കാറ്റർ ആയി പോകാൻ ചാൻസ് ഉണ്ട്, കുറച്ചൊക്കെ അബ്സോർബ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതായത് അവിടുന്ന് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യില്ല? റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് കലക്ക് എന്ന് തോന്നുന്നത്. ഓക്കെ അല്ലേ? അതായത് ലൈറ്റ് പ്രോപ്പറായിട്ട് പെനിട്രേറ്റ് ചെയ്ത് റിഫ്ലക്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ലൈറ്റ് ഈസ് ഗെറ്റിംഗ് സ്കാറ്റേർഡ് ഓർ അബ്സോർബ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടർബിഡിറ്റി എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് ഓക്കെ? ഈസ് ദാറ്റ് ഓക്കെ? യെസ്. സോ റൈറ്റ് ഡൗൺ ദ ഡെഫിനിഷൻ ഫോർ ടർബിഡിറ്റി. Write down the definition for turbidity. Turbidity is the extent to which the light is either absorbed or scattered. Light is either absorbed or scattered. Light is either absorbed or scattered by the suspended solids present in the water. By the suspended solids present in the water. By the suspended solids present in the water. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ്, അതായത് യാതൊരു തരത്തിലുള്ള സസ്പെൻഡ് സോൾസും ഇല്ലാത്തൊരു വാട്ടർ ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ആ വാട്ടറിൻ്റെ അടിത്തട്ട് വരെ കാണാൻ പറ്റും. നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കും. ക്ലിയർ വാട്ടർ ആവാൻ കാരണം ലൈറ്റ് താഴെ പോയിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ട്. യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. ഇനി അതല്ല, സസ്പെൻഡ് സോൾസ് ഉണ്ടെങ്കിൽ പാസ് ചെയ്യുന്ന ലൈറ്റിന് ചിലപ്പം അബ്സോർപ്ഷൻ സംഭവിക്കാം, ചിലപ്പം സ്കാറ്ററിങ് സംഭവിക്കാം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദി സസ്പെൻഡ് സോൾസ്. സോ പ്രോപ്പറായിട്ട് ലൈറ്റ് അവിടെ പോയിട്ട് തട്ടി തിരിച്ചു വരില്ല. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? കലക്കായിരിക്കും. അതിനെയാണ് നമ്മൾ ടർബിഡിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ ലൈറ്റ് ഈസ് ഐദർ അബ്സോർബ്ഡ് ഓർ സ്കാറ്റേർഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സസ്പെൻഡഡ് സോൾസ് ആണ്. സോ ടർബിഡിറ്റി കാരണം ആരൊക്കെയാണ്? ഒന്നെങ്കിൽ അബ്സോർപ്ഷൻ ആണ്, അല്ലെങ്കിൽ സ്കാറ്ററിങ് ഓഫ് ദ ലൈറ്റ് ആണ്. ഓക്കെ അല്ലേ? ചോദ്യമാണത്. ദ ലൈറ്റ് ഈസ് ഐദർ ഗെറ്റിംഗ് അബ്സോർബ്ഡ് ഓർ ഗെറ്റിംഗ് സ്കാറ്റേർഡ് ആണ്. അതുകൊണ്ടാണ് ടർബിഡിറ്റി ഉണ്ടാകുന്നത്. ചോദ്യമാണ്. യെസ്. സോ സോഴ്സ് എന്താ ചെയ്താൽ നമുക്കതിൻ്റെ സോഴ്സ് എന്തൊക്കെയാണ്? സെയിം ആസ് ദാറ്റ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്. കാരണം സസ്പെൻഡഡ് സോളിഡ്സ് കാരണം ഉണ്ടാകുന്നല്ലേ? സോ സെയിം ആസ് ദാറ്റ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. യെസ്. ഇമ്പാക്ട് എന്തൊക്കെയാണ്? സെയിം ആസ് ദാറ്റ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. എഴുതുക. സോഴ്സും ഇമ്പാക്റ്റും സെയിം ആണ്. ബിക്കോസ് സസ്പെൻഡഡ് സോളിഡ്സ് ഉള്ളത് കൊണ്ടാണ് ടർബിഡിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? നൗ ദർ ഈസ് വൺ മോർ അഡീഷണൽ ഇമ്പാക്ട് ഉണ്ട്. ഒരു അഡീഷണൽ ഇമ്പാക്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണ്? ടർബിഡിറ്റി സസ്പെൻഡ് സോളിഡ്സ് കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. കൂടുതൽ സസ്പെൻഡഡ് സോളിഡ്സ് വാട്ടറിലുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ലൈറ്റ് വിൽ ബി ഗെറ്റിംഗ് അബ്സോർബ്ഡ് ആൻഡ് സ്കാറ്റേർഡ്. അതായത് വാട്ടർ ബോഡിയുടെ അടിത്തട്ടിലേക്ക് എന്തെത്തില്ല? ലൈറ്റ് എത്തില്ല അല്ലേ? കാരണം അവിടെ എത്തുന്നതിന് മുമ്പ് അത് അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. സോ ബോട്ടത്തിലേക്ക് എന്ത് ചെയ്യില്ല? ലൈറ്റ് പെനിട്രേറ്റ് ചെയ്ത് എത്തിയില്ലെങ്കിൽ ബോട്ടം ഓഫ് ദ വാട്ടർ ബോഡീസിൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല. ഫോട്ടോസിന്തസിസ് നടന്നില്ലെങ്കിൽ ഓക്സിജൻ റിലീസ് ചെയ്തില്ലെങ്കിൽ ബോട്ടം ലെവൽ ഓഫ് വാട്ടർ ബോഡിയിലുള്ള അക്വാറ്റിക് ആനിമൽസിൻ്റെ സർവൈവലിന് അത് ബുദ്ധിമുട്ടാവും. ബിക്കോസ് ഓഫ് നോൺ അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ, ബിക്കോസ് ഫോട്ടോസിന്തസിസ് നോട്ട് ഒക്കറിങ്. ഓക്കെ അല്ലേ? സോ ആ ഒരു പോയിന്റ് എഴുതുക. അഡീഷണൽ ടർബിഡിറ്റി ഇഷ്യൂ എന്താണ്? എഴുതിക്കോളൂ. ഹയർ ടർബിഡിറ്റി ഇൻ ദ നാച്ചുറൽ വാട്ടർ ബോഡി interferes with the penetration of sunlight, thereby inhibits the photosynthesis reaction
thereby inhibits the photosynthesis reaction during which oxygen is released. Hence effect the survival of aquatic animals. Is that okay? Yes. Okay അല്ലേ? So turbidity definition നമ്മൾ പറഞ്ഞു. Source same as that of ഏതാണ്? Suspended solid ആണ്. Then same as that of suspended solidsന്റെ impact ഉണ്ടാവും with additional one more impact ആണ്. Okay അല്ലേ? Next is measurement of turbidity ആണ്. Measurement of turbidity. Yes, 3 മെത്തേഡ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് turbidity rod മെത്തേഡ് ആണ്. Turbidity rod method നമ്മൾ ഇതിനെ ചുരുക്കി TRM എന്ന് പറയും. First point to be noted is that it is a field method ആണ് to check the turbidity. Okay, ഫീൽഡിൽ ലാബ് അല്ല, ഫീൽഡ് മെത്തേഡ് ആണ്. അത് ചോദിക്കാറുണ്ട്. Which of the following is the field method? Turbidity rod method എന്താണ്? ഒരു ഫീൽഡ് മെത്തേഡ് ആണ്. എന്താണ് turbidity rod മെത്തേഡിൽ പരിപാടി? Yes, how we measure turbidity in turbidity rod method എന്നാണ് ചോദ്യം. നോക്കിയേ, നമ്മൾ ഒരു ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട വാട്ടർ സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ വാട്ടർ സാമ്പിളാണിത്. ഇതിൻ്റെ ടർബിഡിറ്റിയാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഒരു അലൂമിനിയം റോഡ് ഉണ്ട്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് എ അലൂമിനിയം റോഡാണ്. ഈ അലൂമിനിയം റോഡിൻ്റെ അറ്റത്തുണ്ട് യെസ് at the end of this aluminum rod we are having a platinum needle. ഈ ഒരു അലൂമിനിയം റോഡിൻ്റെ എൻഡിൽ എന്തുണ്ട്? യെസ്, we are having a platinum needle. ഈ പ്ലാറ്റിനം നീഡിലിൻ്റെ സൈസ് എത്രയാണ്? ഡയമീറ്റർ ഈസ് 1 mm ആൻഡ് ഇതിൻ്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു 25 mm ആണ്. Diameter is 1 mm and length of that platinum needle is 25 mm ആണ്. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് അറേഞ്ച്മെൻറ്റ്. ആൻഡ് ഈ അലൂമിനിയം റോഡ് എന്താണ്? ഗ്രാജുവേറ്റഡ് ആണ്. യെസ്, ഓക്കെ. സോ ഇങ്ങനെ അലൂമിനിയം റോഡ് ഉണ്ട്. ഈ അലൂമിനിയം റോഡിൻ്റെ അറ്റത്ത് നിന്നുണ്ട് വി ആർ ഹാവിങ് എ പ്ലാറ്റിനം നീഡിൽ. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ വാട്ടർ സാമ്പിളിലേക്ക് നമ്മളിങ്ങനെ അലൂമിനിയം റോഡ് നമ്മളിങ്ങനെ മുക്കും, താഴോട്ട് നമ്മൾ ഡിപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നത് എന്താണ് അല്ലേ, നമ്മളിങ്ങനെ താഴ്ത്തുമ്പോൾ ആദ്യം നമുക്ക് ഈ പ്ലാറ്റിനം നീഡിൽ കാണാൻ പറ്റും. ശ്രദ്ധിക്കണം, വാട്ടർ സാമ്പിളിൽ ടർബിഡിറ്റി ഉണ്ട്. ആദ്യത്തെ കുറച്ച് ഇനീഷ്യൽ ഡെപ്തിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? പ്ലാറ്റിനം നീഡിൽ കാണാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്ലാറ്റിനം നീഡിൽ കാണാതാകും അല്ലേ, ബിക്കോസ് ഓഫ് ദ ടർബിഡിറ്റി. ആ ഡെപ്തിനെയാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സേ അറ്റ് ദീസ് പർട്ടിക്കുലർ ഡെപ്തിലെത്തിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എച്ച് എന്ന് പറയുന്ന ഡെപ്തിലെത്തിയപ്പോൾ the platinum needle ceases to see. ceases to see, അതായത് കാണാതാകുന്ന ഡെപ്ത്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, വാട്ടർ സാമ്പിൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് നമ്മൾ അലൂമിനിയം റോഡ് നമ്മൾ താഴ്ത്തുകയാണ്. ഈ അലൂമിനിയം റോഡിൻ്റെ അറ്റത്ത് നിന്നുണ്ട് ഒരു പ്ലാറ്റിനം നീഡിൽ ഉണ്ട്. സോ ആദ്യം നമ്മൾ താഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഇനീഷ്യൽ ഡെപ്തിലൊക്കെ നമുക്ക് ഈ പ്ലാറ്റിനം നീഡിൽ കാണാൻ പറ്റും അല്ലേ. പിന്നെയും താഴ്ത്ത് പോകുമ്പോൾ ഈ പ്ലാറ്റിനം നീഡിൽ കാണാതെയാകും ബിക്കോസ് ഓഫ് ദ ടർബിഡിറ്റി. We are noting that depth at which the platinum needle ceases to see. പ്ലാറ്റിനം നീഡിൽ കാണാതാകുന്ന ഡെപ്ത് ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ആ ഡെപ്തിനെ നമ്മൾ ടർബിഡിറ്റിയിൽ എക്സ്പ്രസ് ചെയ്യണം. ആ ഡെപ്തിനെയാണ് നമ്മൾ ടർബിഡിറ്റി ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഈ ഡെപ്ത് ടർബിഡിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ചോദ്യം. എങ്ങനെയാണ് ഈ ഡെപ്തിനെ, ഈ എച്ച് എന്ന് പറയുന്ന ഡെപ്തിനെ നമ്മൾ ടർബിഡിറ്റി ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് സ്റ്റാൻഡേർഡ് റിസൾട്ട്? നിങ്ങൾ നോക്കിയേ, വി ആർ ക്രിയേറ്റിംഗ് സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി നമ്മൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ അല്ലേ? എങ്ങനെ? നമ്മൾ 1 ലിറ്റർ ഓഫ് പ്യുവർ വാട്ടർ, അതായത് ഒരു കലക്കും ഇല്ലാത്ത, ഒരു ടർബിഡിറ്റിയും ഇല്ലാത്ത നല്ല ക്ലിയർ വാട്ടർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്ന അറിയോ? വി ആർ ആഡിങ് സിലിക്ക ഇൻ ദ ഫോം ഓഫ് സിലിക്ക ഡയോക്സൈഡ്. ഓക്കെ അല്ലേ? 1 ലിറ്റർ പ്യുവർ വാട്ടർ ആണിത്, പ്യുവർ വാട്ടർ ആണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സിലിക്ക
നമുക്കറിയാവുന്ന ക്വാണ്ടിറ്റി ഓഫ് സിലിക്ക ആഡ് ചെയ്യാണ്. സിലിക്ക ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്ത് കലക്ക് ഉണ്ടായിപ്പെടും. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് കലക്ക് ഉണ്ടാക്കുകയാണ്, നമ്മൾ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഉണ്ടാക്കുകയാണ് ബൈ ദ അഡീഷൻ ഓഫ് സിലിക്ക. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? 1 milligram ഓഫ് സിലിക്ക നമ്മൾ ആഡ് ചെയ്യും. അപ്പം ഒരു ടർബിഡിറ്റി ഉണ്ടാവില്ലേ? എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ അലൂമിനിയം റോഡ് നമ്മൾ എന്ത് ചെയ്യും? അലൂമിനിയം റോഡ് ഹു ഇസ് ഹാവിംഗ് എ പ്ലാറ്റിനം നീഡിൽ അറ്റ് ദ എൻഡ് നമ്മൾ നോട്ട് ചെയ്യും. ലെറ്റ്സ് സേ ദാറ്റ് ഡെപ്ത് ഈസ് H1 ആണ്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു പ്യുവർ വാട്ടർ സാമ്പിൾ എടുക്കും. 1 liter ഓഫ് പ്യുവർ വാട്ടർ സാമ്പിൾ ആണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? 2 milligram ഓഫ് സിലിക്ക ആഡ് ചെയ്യും ആസ് സിലിക്ക ഡയോക്സൈഡ്. വീണ്ടും നമ്മൾ ടർബിഡിറ്റി ഉണ്ടാക്കുകയാണ്, പക്ഷേ ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ കൂട്ടി. അത് എത്ര ആഡ് ചെയ്തു? നേരത്തെ 1 milligram ആയിരുന്നു ആഡ് ചെയ്തത്. അപ്പോൾ ഉണ്ടായപ്പോൾ കിട്ടിയ പ്ലാറ്റിനം കാണാതാവുന്ന ഡെപ്ത് എത്രയാണ്? H1 ആണ്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി അധികം സിലിക്ക ആഡ് ചെയ്തു, അതായത് കുറച്ചുകൂടി അധികം എന്തുണ്ടായിട്ടുണ്ടാവും? കലക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഇപ്പം നമ്മൾ അലൂമിനിയം റോഡ് താഴ്ത്തുമ്പോൾ we will be getting some other depth H2 and obviously definitely H2 എന്ന് പറയുന്ന ഡെപ്ത് should be less than or will be less than എന്തായിരിക്കും? H1 ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ 2 milligram ഓഫ് സിലിക്ക ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് കൂടുതൽ കലക്കുണ്ടായി, കൂടുതൽ ടർബിഡിറ്റി ഉണ്ടായി. സോ കുറഞ്ഞ ഡെപ്തിൽ പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? പ്ലാറ്റിനം നീഡിൽ കാണാതാകും അല്ലേ? ദാറ്റ് ഈസ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് സിലിക്ക ആഡിങ് ഈസ് ഇൻക്രീസിങ്. നമ്മൾ ആഡ് ചെയ്യുന്ന സിലിക്ക ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ ടർബിഡിറ്റി ഉണ്ടാവുകയും നമ്മൾ കുറഞ്ഞ ഡെപ്തിൽ തന്നെ നമുക്ക് പ്ലാറ്റിനം നീഡിൽ സീസസ് ടു സി അല്ലേ എന്ന് നമുക്ക് കാണാൻ പറ്റും. കുറഞ്ഞ ടർബിഡിറ്റി ആണെങ്കിൽ വളരെ കൂടുതൽ ഡെപ്ത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാറ്റിനം നീഡിൽ കാണാൻ പറ്റും. ടർബിഡിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മളെ പ്ലാറ്റിനം നീഡിൽ സീസസ് ടു സി എന്ത് വരും? കുറഞ്ഞു വരും. അതായത് ഫോർ എക്സാമ്പിൾ പറയാം, വെറുതെ പറയാണ്, നോക്കിയേ. ലെറ്റ്സ് സേ 1 milligram ഓഫ് സിലിക്ക ഡയോക്സൈഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഡെപ്ത് H1 ആണ്. ലെറ്റ്സ് സേ അത് 10 cm ആണ്. അതായത് കുറച്ച് 10 cm അപ്പോഴാണ് പ്ലാറ്റിനം നീഡിൽ കാണാതായത്. 2 milligram ആഡ് ചെയ്തപ്പോഴോ? 2 milligram എടുത്തപ്പോൾ പിന്നെ ടർബിഡിറ്റി കൂടിയില്ലേ? സോ നല്ല കലക്കായില്ലേ? സോ H2 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എത്രയേ ഉണ്ടാവുള്ളൂ? 7 cm ഡെപ്തിൽ എത്തുമ്പോഴേക്കും കാണാതാവും. ആൻഡ് 3 milligram ഓഫ് സിലിക്ക ആഡ് ചെയ്തപ്പോൾ മറ്റൊരു ഡെപ്ത് ആയിരിക്കും, ദാറ്റ് ഈസ് H3. അത് ചിലപ്പോൾ എന്താണ്? 5 cm എത്തുമ്പോഴേക്കും 5 cm ഡെപ്തിൽ എത്തുമ്പോഴേക്കും പ്ലാറ്റിനം നീഡിൽ കാണാതാകും. അതായത് തീർച്ചയായിട്ടും ആസ് ദ ടർബിഡിറ്റി ഇൻക്രീസസ് ദ ഡെപ്ത് ഓഫ് ദ പ്ലാറ്റിനം നീഡിൽ ceases to see will be decreasing. As the turbidity increasing, the depth will be decreasing. Obviously ആലോചിച്ച് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? സോ ഇത് നമുക്കറിയാം. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ബൈ ദ അഡീഷൻ ഓഫ് സിലിക്ക ആസ് സിലിക്ക ഡയോക്സൈഡ്. സോ 1 milligram ആഡ് ചെയ്യുമ്പോൾ ഇത്രയായിരിക്കും ഡെപ്ത് എന്ന് നമുക്കറിയാം. 2 milligram ആഡ് ചെയ്യുമ്പോൾ ഇത്രയായിരിക്കും ഡെപ്ത് എന്ന് നമുക്കറിയാം. സോ ഈ ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ കാലിബ്രേഷൻ എന്ന് പറയാം. വാട്ട് ഈസ് കാലിബ്രേഷൻ? കാലിബ്രേഷൻ ആണ് എന്ന് വെച്ചാൽ, കാലിബ്രേഷൻ എന്ന് പറഞ്ഞാണ് 2 അൺനോൺ ക്വാണ്ടിറ്റി തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ ഏതൊക്കെയാണ് ക്വാണ്ടിറ്റി? ഇത്ര സിലിക്ക ആഡ് ചെയ്യുമ്പോൾ ഇത്ര ഡെപ്തിലായിരിക്കും നമ്മളെ പ്ലാറ്റിനം നീഡിൽ സീസസ് ടു സി എന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വി ആർ ഓൾറെഡി റിലേറ്റഡ് ദീസ് 2 ക്വാണ്ടിറ്റീസ്. അതിനെയാണ് നമ്മൾ കാലിബ്രേഷൻ പ്രോസസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്തറിയാൻ പറ്റും? ഏതൊരു വാട്ടർ സാമ്പിളിൻ്റെയും ഡെപ്ത് നമുക്കറിയാം. ലെറ്റ്സ് സേ ഈ ഒരു ഫിഗറിൽ നമ്മുടെ വാട്ടർ സാമ്പിളിൻ്റെ ഡെപ്ത് നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് എത്രയാണ്? 7 cm ആണ് കിട്ടുന്നതെന്ന് പറയാം. 7 cm കിട്ടിയെന്ന് വെച്ചോ. ഇപ്പോൾ നമ്മൾ ഏതോ ഒരു വാട്ടർ സാമ്പിളിൽ നമ്മൾ അലൂമിനിയം റോഡ് മുക്കി വെച്ചു. ആൻഡ് 7 cm എന്ന ഡെപ്ത് എത്തിയപ്പോൾ നമുക്ക് എന്തായി? അത് പ്ലാറ്റിനം നീഡിൽ സീസസ് ടു സി ആയി. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളെ ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഏതാണ് അല്ലേ? 7 cm എന്ന ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 milligram സിലിക്ക ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതേ ടർബിഡിറ്റിയാണ്. 2 milligram സിലിക്ക ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതേ ടർബിഡിറ്റിയാണ് ഇപ്പോൾ ആ വാട്ടറിലുള്ളത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? യെസ്, ഈസ് ആർ ഓക്കെ? സോ ഇവിടെ ടർബിഡിറ്റി അതുകൊണ്ട് തന്നെ പല യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യപ്പെടാറുണ്ട്. നോക്കിയേ, ഏതൊക്കെ യൂണിറ്റിലാണ്? ഇവിടെ ടർബിഡിറ്റി ഈസ് എക്സ്പ്രസ് ഇൻ ദ യൂണിറ്റ്സ്. ഒന്ന് മില്ലിഗ്രാം പെർ ലിറ്ററിൽ പറയാറുണ്ട്, പാർട്സ് പെർ മില്യണിൽ പറയാറുണ്ട്, STU എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റിൽ പറയാറുണ്ട്. എന്താണ് STU? സിലിക്ക ടർബിഡിറ്റി യൂണിറ്റ്. ചോദ്യമാണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് STU?
നമുക്ക് ഇങ്ങനെയുള്ള ടർബിഡിറ്റിനെ ഒന്നെങ്കിൽ മില്ലിഗ്രാം പെർ ലിറ്റർ പറയാം, അല്ലെങ്കിൽ പാർട്സ് പെർ മില്യൺ പറയാം, അതാണ് ജനറൽ യൂണിറ്റ്. ദെൻ STU പറയാറുണ്ട്. വാട്ട് ഈസ് STU? സിലിക്ക ടർബിഡിറ്റി യൂണിറ്റ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഉണ്ടാക്കി ചാർട്ട് പ്രിപ്പയർ ചെയ്തത് സിലിക്ക ആഡ് ചെയ്തിട്ടല്ലേ, അതുകൊണ്ടാണ് സിലിക്ക ടർബിഡിറ്റി യൂണിറ്റ് സിലിക്ക STU എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. സോ പോയിന്റ് എഴുതുക. ടർബിഡിറ്റി റോഡ് മെത്തേഡ്, ഇറ്റ് ഈസ് എ ഫീൽഡ് മെത്തേഡ്. In which an aluminum rod having a platinum needle at its tip, an aluminum rod having a platinum needle at its tip is immersed in the water sample, and the depth at which the platinum needle ceases to see is noted, and the depth at which the platinum needle ceases to see is noted, and it represents the turbidity of the sample in standard unit, which is obtained by the addition of silica as silica dioxide in 1 liter of pure water, and it is expressed in the units milligram per liter, parts per million, or STU. milligram per liter, parts per million, or STU എന്ന് പറഞ്ഞാൽ എന്താണ്? സിലിക്ക ടർബിഡിറ്റി യൂണിറ്റ്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എഴുതണം. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്യണം. എന്താണ് പ്ലാറ്റിനം നീഡിൽ? അലൂമിനിയം റോഡാണ് യൂസ് ചെയ്യുന്നത്. പ്ലാറ്റിനം നീഡിലിന്റെ ഡയമീറ്റർ ചോദിക്കാറുണ്ട് ആൻഡ് ലെങ്തും ചോദിക്കാറുണ്ട്. That is 1 mm and 25 mm ആണ്. So you better draw this figure. വാട്ടർ സാമ്പിളിൽ അലൂമിനിയം റോഡ് നമ്മൾ പ്ലാറ്റിനം നീഡിലാണ് അടിയിലുള്ളത്. പ്ലാറ്റിനം നീഡിലാണ് 1 mm ഡയമീറ്റർ ആൻഡ് 25 mm ഡയമീറ്റർ, സോറി ലെങ്ത് ആണ്. യെസ്. ആൻഡ് സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ടർബിഡിറ്റി റോഡ് മെത്തേഡിൽ അല്ലെ, ഓഫ് സിലിക്ക ഡയോക്സൈഡ് ആണ്. സോ സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് സിലിക്ക ആഡ് ചെയ്യുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ചാർട്ടാണ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് കാലിബ്രേഷൻ. ഈസ് ദാറ്റ് ഓക്കെ? ഇതാണ് ടർബിഡിറ്റി റോഡ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് ടർബിഡിറ്റി. നൗ ദ സെക്കൻഡ് മെത്തേഡ് ജാക്സൺ ടർബിഡിറ്റി മീറ്റർ. ജാക്സൺ ടർബിഡിറ്റി മീറ്റർ അല്ലെങ്കിൽ ജാക്സൺ ടർബിഡ് മീറ്റർ മെത്തേഡ്. ജാക്സൺ ടർബിഡ് മീറ്റർ മെത്തേഡ്, ദാറ്റ് ഈസ് JTM എന്ന് പറയും. ഓക്കെ അല്ലേ? നൗ ഫസ്റ്റ് പോയിന്റ് റിട്ടേൺ ഈസ് ഇറ്റ് ഈസ് എ ലാബ് മെത്തേഡ്. യെസ്, ഇതാണ്. മറ്റേതായിരുന്നു ഫീൽഡ് മെത്തേഡാണ്. മറ്റേത്. ഓക്കെ അല്ലേ? ഇത് ലാബ് മെത്തേഡാണ്. and used to measure turbidity greater than 25 units. 25 യൂണിറ്റ്സ് കൂടുതൽ ടർബിഡിറ്റി ഉള്ളപ്പോൾ മാത്രമേ JTM യൂസ് ചെയ്യാൻ പറ്റൂ. രണ്ടും ചോദ്യമാണ്. എഴുതിയിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ചോദ്യമാണ്. ഇറ്റ് ഈസ് എ ലാബ് മെത്തേഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ടർബിഡിറ്റി when turbidity is greater than 25 units. Is that okay? Now എന്താണ് പരിപാടി ഇവിടെ? നേരത്തെ അതേ കൺസെപ്റ്റ് ആണ്, പക്ഷെ മറ്റൊരു രീതിയിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. എന്താ അറിയോ ഇവിടെ പരിപാടി? ഇറ്റ് ഈസ് എ മെറ്റാലിക് കണ്ടെയ്നർ ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? മെറ്റാലിക് കണ്ടെയ്നർ ആണ്, വിച്ച് ഈസ് ഗ്രാജുവേറ്റഡ് ആണ്. യെസ്, ഇറ്റ് ഈസ് എ ഗ്രാജുവേറ്റഡ് മെറ്റാലിക് കണ്ടെയ്നർ ആണ് വിത്ത് ഗ്ലാസ് ബോട്ടം ആണ്. ഓക്കെ അല്ലേ? ഇതിന്റെ അടി എന്താണ്? ഗ്ലാസ് ബോട്ടം ആണ്.
ഓക്കെ, ദിസ് തിങ് ഈസ് എ ഗ്ലാസ്. അതായത് അടിയിലൂടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൈറ്റ് നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ അല്ലേ, മെഴുക് തിരിയാന്ന് വെച്ചോ, ഒരു ലൈറ്റ് നമ്മൾ ഇഗ്നൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മെറ്റാലിക് കണ്ടെയ്നർ ആണ്, മെറ്റാലിക് കണ്ടെയ്നർ വിത്ത് ഗ്ലാസ് ബോട്ടം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ വാട്ടർ സാമ്പിൾ നമ്മൾ ഒഴിക്കുകയാണ്. വാട്ടർ സാമ്പിൾ നമ്മൾ ഒഴിക്കുകയാണ് അല്ലേ. സോ നമ്മൾ വാട്ടർ ഇങ്ങനെ ടർബിഡിറ്റി ടെസ്റ്റ് ചെയ്യേണ്ട ടർബിഡിറ്റി ടെസ്റ്റ് ചെയ്യേണ്ട വാട്ടർ നമ്മൾ ഒഴിക്കുകയാണ്. സോ നമ്മളിങ്ങനെ വാട്ടർ ആദ്യം ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് കാണാൻ പറ്റും അല്ലേ. പിന്നെ കുറെ കൂടെ എന്താണ്, വാട്ടർ നിറഞ്ഞു വരുമ്പോൾ ലെറ്റ്സ് സേ ഇവിടെ വാട്ടർ എത്തിയപ്പോൾ നമുക്ക് എന്തായി, ഈ ഫ്ലെയിം കാണാതാവുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ് നോട്ട് ചെയ്യുന്നത്, വി ആർ നോട്ടിങ് ദാറ്റ് ഡെപ്ത്. വി ആർ നോട്ടിങ് ഇൻ ജാക്സൺ ടർബിഡ് റോഡ് മെത്തേഡിൽ നമ്മൾ ടർബിഡ് മീറ്റർ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, വി ആർ നോട്ടിങ് ദാറ്റ് ഡെപ്ത് at which the flame ceases to see. At which the flame ceases to see. അല്ലേ, നേരത്തെ എന്തായിരുന്നു ചെയ്തത്, നേരത്തെ നമ്മളൊരു അലൂമിനിയം റോഡിൻ്റെ എൻഡിൽ പ്ലാറ്റിനം നീഡിലുണ്ട്, അതിങ്ങനെ നമ്മൾ വാട്ടറിൽ താത്തുകയാണ്. ആൻഡ് വി ആർ നോട്ടിങ് ദാറ്റ് ഡെപ്ത് വേർ ദ പ്ലാറ്റിനം നീഡിൽ സീസസ് ടു സി എന്ന അതേ കൺസെപ്റ്റാണ് നേരെ തിരിച്ചു പറഞ്ഞു. നമ്മൾ ഗ്ലാസ് ബോട്ടമാണ് ഈ ഒരു മെറ്റാലിക് കണ്ടെയ്നറിൽ. ആൻഡ് ഈ മെറ്റാലിക് കണ്ടെയ്നറിൽ വെള്ളം നിറയ്ക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ നമ്മൾ മെഴുകുതിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് സോഴ്സ് നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വാട്ടർ ഇങ്ങനെ ഒഴിക്കുകയാണ്. സോ വാട്ടർ ആദ്യം നമുക്ക് നിറയ്ക്കുമ്പോൾ അല്ലേ, നമുക്ക് എന്ത് കാണാൻ പറ്റും, ലൈറ്റ് കാണാൻ പറ്റും. പക്ഷേ ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് പിന്നെ ആ ഫ്ലെയിം കാണാൻ പറ്റില്ല. നമ്മൾ നോട്ടിങ് ദാറ്റ് ഫ്ലെയിം, വി ആർ നോട്ടിങ് ദാറ്റ് ഡെപ്ത് അറ്റ് വിച്ച് ദ ഫ്ലെയിം സീസസ് ടു സീ. ആൻഡ് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിലിക്ക വെച്ചുണ്ടാക്കിയ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റിയുടെ ചാർട്ട് വെച്ച് നമ്മൾ ഈ ഡെപ്തിനെ ടർബിഡിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യണം. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. അതായത് നമ്മളെ ടർബിഡിറ്റി റോഡ് മെത്തേഡിലായാലും ശരി, ജാക്സൺ ടർബിഡ് മീറ്റർ മെത്തേഡിലായാലും ശരി, സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ബൈ ദ അഡീഷൻ ഓഫ് സിലിക്കയാണ്. കാരണം അടുത്ത മെത്തേഡിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ടർബിഡ് ഉണ്ടാക്കുന്നത് മറ്റൊരു മെത്തേഡ് വെച്ചിട്ടാണ്. ഈ രണ്ട് മെത്തേഡിലും, അതായത് ഫസ്റ്റ് മെത്തേഡായ ടർബിഡിറ്റി റോഡ് മെത്തേഡിലും രണ്ടാമത്തെ മെത്തേഡായ ജാക്സൺ ടർബിഡ് മീറ്റർ മെത്തേഡിലും സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ ദ അഡീഷൻ ഓഫ് സിലിക്കയാണ്. ഓക്കെ അല്ലേ? യെസ്. ഇവിടെ ഈ ഹൈറ്റിനെ നമ്മൾ നേരത്തെ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഇൻ വേർ ദ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ ദ അഡീഷൻ ഓഫ് സിലിക്കയാണ്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് എ ലാബ് മെത്തേഡ് and it uses only when the turbidity is more than 25 unit ആണ്. Yes, എഴുതുക. It consists of a metallic container having glass bottom. Which is placed over the ignited flame. The water sample to be tested is poured in the container. Poured. The water sample is poured in the container, and the depth at which the image of the flame ceases to be seen is noted, which is used to give the turbidity of the water sample, in the unit milligram per liter, parts per million, STU and JTU. 4 യൂണിറ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? നേരത്തെ എന്തൊക്കെയാണ് യൂണിറ്റ് ഉണ്ടായിരുന്നത്, മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്, പാർട്സ് പെർ മില്യൺ ആണ്, STU ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇവിടെ അഡീഷണൽ ഒരു യൂണിറ്റും കൂടി വരുന്നുണ്ട്, ദാറ്റ് ഈസ് JTU. എന്തായിരിക്കണം, ജാക്സൺ ടർബിഡിറ്റി യൂണിറ്റ്. STU എന്തായിരുന്നു, സിലിക്ക ടർബിഡിറ്റി യൂണിറ്റ് ആണ്. JTU എന്താണ്, ജാക്സൺ ടർബിഡിറ്റി യൂണിറ്റ്. ഈസ് ദാറ്റ് ഓക്കെ? ഓക്കെ അല്ലേ? നൗ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. The turbidity is measured in which of the following unit? Option A milligram per liter ആണ്, ഓപ്ഷൻ B parts per million ആണ്, ഓപ്ഷൻ C JTU ഉണ്ട്, ആൻഡ് ഓപ്ഷൻ D STU ഉണ്ട്. നമ്മൾ പറഞ്ഞു ഈ 4ഉം എന്ത് ചെയ്യാറുണ്ട്, ടർബിഡിറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ചോദ്യം ഇതാണ്, which of the following is used to find out or express the turbidity? Which of the following unit is used to express the turbidity? Which of the following unit is used to express the turbidity? ഏതാണ്? 4ഉം യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളോട് ഒരു ആൻസർ ചോദിച്ചാൽ എന്താണ് ആൻസർ? ആൻസർ D STU ആണ്.
STU ആണ്. ഇതുവരെ ഏതാണ് യൂണിറ്റ്? അല്ലെ, നമ്മൾ 2 മെത്തേഡ് പറഞ്ഞിട്ടുള്ളൂ. ആ 2 മെത്തേഡിലും കൂടി 4 യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ 4 യൂണിറ്റിൽ ഏറ്റവും മുന്തിയ യൂണിറ്റ്, ഏറ്റവും മുഴച്ചു നിൽക്കുന്ന, ഏറ്റവും കൂടിയ യൂണിറ്റ് ഏതാണ്? STU ആണ്. STU ഈസ് മോസ്റ്റ് പ്രിഫറബിൾ യൂണിറ്റ്. ഈസ് ദാറ്റ് ഓക്കെ? ഇതുവരെ ഓക്കെ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി പറയും. അടുത്ത മെത്തേഡ് കൂടി പറയുമ്പോൾ നമ്മൾ മാറ്റി പറയും. ഇതുവരെ ഏതാണ് യൂണിറ്റ്? അതായത് മെത്തേഡ് 1ലും മെത്തേഡ് 1 and 2 അവർ പേരെടുത്ത് പറയുകയാണെങ്കിൽ അവിടുത്തെ യൂണിറ്റ് ഏതാണോ? STU ആണ്. STU ഉണ്ടെങ്കിൽ STU ആണ്, ഇല്ലെങ്കിൽ JTU ആണ്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. നൗ ഒരു നോട്ട് എഴുതുക. റൈറ്റ് ഡൗൺ എ നോട്ട്. ഒരു നോട്ട് എഴുതിയ നോട്ട് എഴുതുക. Turbidity less than 5 unit. Turbidity less than 5 unit cannot be detected by naked eyes. Cannot be detected by naked eyes. Cannot be detected by naked eyes. Okay അല്ലേ? Turbidity less than 5 യൂണിറ്റ് ആണെങ്കിൽ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് നമുക്ക് കുടിക്കാനും കുളിക്കാനും എന്താണ് കുക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ടർബിഡിറ്റി കാണാറുണ്ടോ? നമുക്ക് കാണാൻ ആയിരിക്കണം വാട്ടർ, എന്നാലല്ലേ നമ്മൾ കുടിക്കാനും കുളിക്കാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുള്ളൂ. അതായത് നല്ല വാട്ടറിൻ്റെ അകത്തുള്ള ടർബിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ 2 മെത്തേഡും യൂസ് ചെയ്യില്ല. കാരണം ജാക്സൺ ടർബിഡിറ്റി മീറ്റർ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 25 യൂണിറ്റ് ഉണ്ടെങ്കിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അത് നമ്മൾ പറഞ്ഞു. മറ്റേതെന്താണ്? ഫീൽഡ് മെത്തേഡാണ്. ഫീൽഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ എന്ത് വേണം? ടർബിഡിറ്റി വേണം. അതായത് ദാറ്റ് ഈസ് സോ കൺക്ലൂഷൻ ഇതാണ്. both 1 and 2 methods are not used to check the water quality in water treatment plant. ഓക്കെ അല്ലേ? നമുക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കേണ്ട വാട്ടറിൽ തീർച്ചയായിട്ടും ഒരു തരത്തിലും എന്തുണ്ടാകാൻ പാടില്ല? ടർബിഡിറ്റി ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ എന്തായാലും കാണാൻ പറ്റില്ല. നമ്മൾ ക്ലിയർ വാട്ടറിലേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ കുളിക്കാനും കുടിക്കാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ. അതായത് നമുക്ക് 5 യൂണിറ്റ് ലെസ് ആണുള്ള ടർബിഡിറ്റി നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണില്ല. സോ നമുക്ക് കിട്ടുന്ന നല്ല വാട്ടറിൽ തീർച്ചയായിട്ടും 5 യൂണിറ്റിൽ താഴെയായിരിക്കും ടർബിഡിറ്റി. ലെസ് ദാൻ 1 യൂണിറ്റാണ് ടർബിഡിറ്റി ഉണ്ടാവാറുള്ളത്. ഓക്കെ അല്ലേ? അതാണ് ആഡിക്വേറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ രണ്ട് മെത്തേഡും നമ്മുടെ വാട്ടറിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ടർബിഡിറ്റി റോഡ് മെത്തേഡ് ഫീൽഡ് മെത്തേഡാണ്. ഫീൽഡ് മെത്തേഡ് മീൻസ് തീർച്ചയായിട്ടും ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വാട്ടർ ചിലപ്പം ഹൈലി ടർബിഡ് ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ ജാക്സൺ ടർബിഡ് മെത്തേഡ് ആണെങ്കിലോ ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ഓൺലി വെൻ ടർബിഡിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 25 യൂണിറ്റ് ആണ്. ടർബിഡിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 25 യൂണിറ്റ് ആണ്. യെസ്. ഈസ് ദാറ്റ് ഓക്കെ? Now one more point. Principle of first and second method. ഇതെല്ലാം ചോദ്യമാണ്. എഴുതുന്ന നോട്ടൊക്കെ ചോദ്യമാണ്. പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് 1 and 2. നമ്മൾ പറഞ്ഞ ടർബിഡിറ്റി റോഡ് മെത്തേഡിൻ്റെയും ജാക്സൺ ടർബിഡ് മീറ്റർ മെത്തേഡിൻ്റെയും പ്രിൻസിപ്പിൾ എന്താണ് പ്രിൻസിപ്പിൾ? രണ്ടിലും നമ്മൾ എന്താ നോട്ട് ചെയ്യുന്നത്? വി ആർ നോട്ടിങ് എ സർട്ടൺ ഡെപ്ത് ആണ് അറ്റ് വിച്ച് പ്ലാറ്റിനം നീഡൽ സീസസ് ടു സി ഓർ ദ ഫ്ലെയിം സീസസ് ടു സി അല്ലെ? ഒന്നെങ്കിൽ പ്ലാറ്റിനം നീഡൽ കാണാതാകുന്ന ഡെപ്ത്, അല്ലെങ്കിൽ ഫ്ലെയിം കാണാതാകുന്ന ഡെപ്ത്. സോ നമ്മൾ രണ്ടിലും ഡെപ്ത് അല്ലേ നോട്ട് ചെയ്യുന്നത് അല്ലെ? ദാറ്റ് ഈസ് വി ആർ മെഷറിംഗ് ദ ലെങ്ത് ഓഫ് ദ ലൈറ്റ് ട്രാവൽഡ് ആണ്. വി ആർ മെഷറിംഗ് ലെങ്ത് ഓഫ് ലൈറ്റ് ട്രാവൽഡ് ആണ്. ലൈറ്റ് ട്രാവൽ അല്ലെ? അതല്ലേ ഡെപ്ത് എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് കുറേ ഡെപ്ത് വരെ കാണാൻ പറ്റുന്നുണ്ട് പറയുമ്പോൾ ലൈറ്റ് അവിടെ പോയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നല്ലേ? നമുക്ക് കാണുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് പോയി തട്ടി റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലെത്തുമ്പോൾ നമ്മൾ ആ ഒബ്ജക്റ്റിനെ കാണുന്നത്. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത്. സോ നമുക്ക് കുറച്ച് ഡെപ്തിൽ പ്ലാറ്റിനം നീഡിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡെപ്തിൽ നമുക്ക് ഫ്ലെയിം കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ലൈറ്റ് അവിടെ പോയിട്ട് തിരിച്ചു വരുന്നതിനെ കൊണ്ടല്ലേ? സോ കാണാതാവുക എന്ന് പറയുന്നത് വി ആർ ആക്ച്വലി മെഷറിംഗ് ദാറ്റ് ഡെപ്ത് വേർ ദ ലൈറ്റ് is not reflecting back. So basically we are measuring the length of the light traveled, isn't it?
isn't it? And what is the relation between this length of the light traveled and turbidity? And the length of light traveled is inversely proportional to turbidity. Is inversely proportional to turbidity. അല്ലേ? ടർബിഡിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡെപ്തിലേക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല അല്ലേ? കൂടുതൽ ടർബിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ഡെപ്തിൽ തന്നെ കാണാതാവില്ലേ? കുറഞ്ഞ ഡെപ്തിൽ ഡെപ്ത് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഈസ് ട്രാവൽഡ് ഓൺലി എ ലെസർ ഡിസ്റ്റൻസ്, എ സ്മോളർ ഡിസ്റ്റൻസ് അല്ലേ? സ്മോളർ ദ ലെങ്ത് ട്രാവൽഡ് ഹയർ ദ ടർബിഡിറ്റി വളരെ കുറവാണെങ്കിലോ, ക്ലിയർ വാട്ടർ ആണെങ്കിലോ അതായത് ഏറ്റവും ബോട്ടം ലെയർ വരെ ലൈറ്റ് ട്രാവൽ ചെയ്ത് അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരും അല്ലേ? അപ്പോഴാണ് നമുക്ക് അടി കാണാൻ പറ്റുന്നത്, ആ ബോട്ടം കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ഇഫ് ദ ടർബിഡിറ്റി ഈസ് ലെസ് ദ ലെങ്ത് ഓഫ് ദ ലൈറ്റ് ട്രാവൽഡ് വിൽ ബി മോർ, isn't it? That is they are inversely proportional. ഇതാണ് എന്ത് ഈ പറഞ്ഞ ഒന്നാമത്തെയും രണ്ടാമത്തെയും മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Is that okay? These are the basic principle of first and second method. Is that okay? Yes, okay le. Okay le. Now let's move to the third method. That is Bailey's and nephrometer. Bailey's method, the third method of turbidity measurement. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. Bailey's and nephrometer method. And nephrometer method ആണ്. Bailey's and nephrometer method. Okay അല്ലേ? ശ്രദ്ധിക്കുക. This is ഒന്നാമത്തെ പോയിന്റ്, used to measure turbidity even less than 1 unit. Yes, turbidity ഒരു യൂണിറ്റിൽ താഴെയാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഈ മെത്തേഡ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. The turbidity less than 1 unit. Okay, നോട്ട് എഴുതണേ, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സെക്കൻഡ് പോയിന്റ്, this method is based on color matching technique ആണ്. കളർ മാച്ചിങ് ടെക്നിക്കാണ്. നമ്മൾ കളർ മാച്ചിങ് ടെക്നിക്കിനെ ചുരുക്കി നമ്മൾ CMT എന്നാണ് പറയാം. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ഏതാണ്? കളർ മാച്ചിങ് ടെക്നിക്കാണ്. നേരത്തെ എന്തായിരുന്നു പ്രിൻസിപ്പിൾ? ദ ലെങ്ത് ഓഫ് ദ ലൈറ്റ് ട്രാവൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടർബിഡിറ്റി ആണ്. ഇവിടെ പ്രിൻസിപ്പിൾ എന്താണ്? കളർ മാച്ചിങ് ടെക്നിക്കാണ്. എന്താന്ന് പറയാം? ഓക്കെ അല്ലേ? സോ ഈവൻ ടർബിഡിറ്റി ലെസ് ദാൻ 1 യൂണിറ്റ് ആണെങ്കിൽ പോലും നമുക്കിവിടെ ആ ടർബിഡിറ്റിനെ മെഷർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ വീടുകളിലേക്കുന്ന വാട്ടർ, നമ്മൾ കുടിക്കാനും കുളിക്കാനും ഫുഡ് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന വാട്ടറിന്റെ ടർബിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? ഈ പറഞ്ഞ ബെയ്ലീസ് ആൻഡ് നെഫ്ലോമീറ്റർ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് ദ വാട്ടർ ക്വാളിറ്റി ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. യെസ്, ഓക്കെ അല്ലേ? വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഓക്കെ അല്ലേ, നല്ലപോലെ വാട്ടർ ട്രീറ്റ് ചെയ്യുന്ന ആ പ്ലാന്റ് ആണല്ലോ, അവിടെ നല്ല വാട്ടറിന്റെ ടർബിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. കാരണം ദിസ് ഗിവ്സ് ടർബിഡിറ്റി ഈവൻ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 യൂണിറ്റ്. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ അല്ലേ? സോ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് ദ വാട്ടർ ക്വാളിറ്റി ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. യെസ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കളർ മാച്ചിങ് ടെക്നിക്കാണ്. ശ്രദ്ധിക്കുക, എന്താണ് പരിപാടി? നോക്കിയേ, വി ആർ ഹാവിങ് എ സ്റ്റാൻഡേർഡ് സാമ്പിൾ. സ്റ്റാൻഡേർഡ് സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണോ, ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതായത് അതിന്റെ ടർബിഡിറ്റി നമുക്കറിയാം. ആൻഡ് നമ്മൾ മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ ടെസ്റ്റ് സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ടെസ്റ്റ് സാമ്പിൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ രണ്ട് സാമ്പിളുകളിലേക്കും, അതായത് സ്റ്റാൻഡേർഡ് സാമ്പിൾ എന്താണോ, ഇറ്റ് ഈസ് എ സാമ്പിൾ ഹൂസ് ടർബിഡിറ്റി ഈസ് നോൺ ടു അസ്, നമുക്കറിയാം ഓൾറെഡി. ടെസ്റ്റ് സാമ്പിൾ എന്താണ്, അതിന്റെ ടർബിഡിറ്റിയാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് സാമ്പിളുകളിലേക്കും നമ്മളൊരു ലൈറ്റ് പാസ് ചെയ്യാണ്. ഏതെങ്കിലും ലൈറ്റ് സോഴ്സ് പാസ് ചെയ്യണം. നമ്മളിതാ ലൈറ്റ് പാസ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ ലൈറ്റ് ആണ്, നമ്മൾ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ലൈറ്റ് എന്താണ് സംഭവിക്കുന്നത്? വി ആർ പാസിംഗ് ദിസ് ലൈറ്റ് through a cobalt, a blue
കൊബാൾട്ട് പ്ലേറ്റ് ആണ്. ഓക്കെ അല്ലേ? സോ രണ്ട് സാമ്പിൾ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ആ സാമ്പിളിന്റെ മുമ്പിൽ എന്തുണ്ട്? കൊബാൾട്ട് പ്ലേറ്റ് ഉണ്ട്. ആ കൊബാൾട്ട് പ്ലേറ്റ് ഉണ്ട്. അതിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് നമ്മൾ ലൈറ്റ് സോഴ്സ് ഇതിലേക്ക് പറഞ്ഞേക്കാണ്. സോ ലൈറ്റ് സോഴ്സ് ഈ ഒരു സാമ്പിളിലേക്ക് നമ്മൾ തട്ടിക്കാണ്. ഓക്കെ അല്ലേ? ലൈറ്റ് കൊടുക്കുകയാണ്. സോ എന്ത് കാണിക്കും? ഈ രണ്ട് സാമ്പിൾസും ഒരേ കളറാണ് കാണിക്കുന്നതെങ്കിൽ, നമ്മൾ ലൈറ്റ് ഇലൂമിനേറ്റ് ചെയ്തപ്പോൾ ഈ രണ്ട് സാമ്പിളിലേക്ക് ലൈറ്റ് ഇലൂമിനേറ്റ് ചെയ്തപ്പോൾ ഈ രണ്ട് സാമ്പിളും ഒരേ കളറാണ് കാണിക്കുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ ടെസ്റ്റ് സാമ്പിൾ ടർബിഡിറ്റി ഈ സെയിം ആസ് ദാറ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് സാമ്പിൾ എന്നാണ്. എന്ന് മനസ്സിലാവൂലേ? ഇനി അതല്ല വേറെ കളറാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റാൻഡേർഡ് സാമ്പിൾ മാറ്റി മറ്റൊരു ക്വാണ്ടിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് സാമ്പിൾ വെക്കും. അൺടിൽ ദിസ് ബോത്ത് സാമ്പിൾ ഷോസ് ദ സെയിം കളർ. അതായത് ബേസ്ഡ് ഓൺ ദ കളറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടർബിഡിറ്റീസ് മെഷർ ചെയ്യുന്നത്. വി ആർ illuminating both the test sample and standard sample, and if both the test sample and standard sample are showing the same color under the light illumination, then they will be having the same turbidity. Is that okay? Yes, that is known as color matching technique. Okay le yes edikolu. So first one endha edhi nammal, it is used to measure the turbidity even less than 1 unit. That is, it can be used to measure the water quality in water treatment plant. It is based on color matching technique. Okay la? In this method a standard sample of non turbidity and a test sample whose turbidity is to be found is subjected to a source of light through a blue cobalt plate and the intensity of color is further matched to check the turbidity of the test sample. That is, if both are showing the same color under the illumination of light, if both the test sample and standard sample are showing the same color under the illumination of light, they will be having the same color. ആണ്. ഓക്കെ അല്ലേ? ഇതാണ് കളർ മാച്ചിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മെത്തഡ് അല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കളറിന് പകരം വി ആർ മെഷറിങ് കറണ്ട് ആണ്. ഓക്കെ അല്ലേ? വി ആർ മെഷറിങ് നൗ ഡേയ്സ് വി മെഷർ കറണ്ട് ആണ്. ഓക്കെ അല്ലേ? എങ്ങനെയാണ് കറണ്ട് മെഷർ ചെയ്യുന്നത്? യൂസിങ് ഫോട്ടോമീറ്റർ ആണ്. എന്താണ് ഫോട്ടോമീറ്റർ? നമുക്കറിയാം. ആ ഫോട്ടോമീറ്റർ ഇസ് എ സെമി കണ്ടക്ടർ ഡിവൈസ്. അതൊന്നും നിങ്ങൾ എഴുതിക്കോളൂ. ഓക്കെ, ഫോട്ടോമീറ്റർ ഇസ് എ സെമി കണ്ടക്ടർ ഡിവൈസ്. ആ സെമി കണ്ടക്ടർ ഡിവൈസിലേക്ക് നമ്മൾ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? ഫോട്ടോൺ ഹിറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്താണ്? ഇലക്ട്രോണിൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലെ? സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് വിച്ച് പ്രൊഡ്യൂസസ് കറണ്ട് അപ്പോൺ ഇൻസിഡൻസ് ഓഫ് ലൈറ്റ്. ലൈറ്റ് വന്ന് മുട്ടുമ്പോൾ അത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അതാണ് ഫോട്ടോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ്. ഓക്കെ അല്ലേ? സോ ലെറ്റ്സ് സേ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോമീറ്റർ ആണ്. അതായത് നിങ്ങൾ നെഫ്ലോമീറ്ററിലാണ് പറയുന്നതെങ്കിൽ എന്താണ് പരിപാടി? നമ്മൾ ഒരു ടെസ്റ്റ് സാമ്പിൾ എടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ നമ്മളൊരു സ്റ്റാൻഡേർഡ് സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? TS ആൻഡ് SS ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് സാമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് സാമ്പിൾ ആണ്. ആൻഡ് രണ്ടിലേക്കും നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ലൈറ്റ് ഇലൂമിനേറ്റ് ചെയ്യാണ്. യെസ്, രണ്ടിലേക്കും നമ്മൾ എന്ത് ചെയ്യാണ്? ലൈറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കളർ അല്ല ചെക്ക് ചെയ്യുന്നത്, പകരം നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? നമ്മൾ കറണ്ട് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 90 ഡിഗ്രി ആയിട്ട് നമ്മൾ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട്? യെസ്, ഒരു ഫോട്ടോമീറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഫോട്ടോമീറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഇവിടുന്ന് പോയ ലൈറ്റ് കുറച്ച് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, കുറച്ച് സ്കാറ്റർ ചെയ്തിട്ടുണ്ടാവും. സ്കാറ്റർ ചെയ്ത ലൈറ്റ് എന്ത് ചെയ്യും? ഈ ഫോട്ടോമീറ്ററിലേക്ക് വന്ന് ഇൻസിഡ് ചെയ്യും അല്ലേ? ദാറ്റ് ഈസ് ഫോട്ടോമീറ്റർ ആണ് ഈ രണ്ട് സൈഡിലും വെച്ചിട്ടിരിക്കുന്നത്. ഇത് ഫോട്ടോമീറ്റർ ആണ്, ഇതും എന്താണ്? ഫോട്ടോമീറ്റർ ആണ്. PH എഴുതിയിരിക്കുന്നത് ഫോട്ടോമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഇൻ നെഫ്ലോമീറ്റർ മെത്തേഡിൽ
നെഫ്ലോമീറ്റർ മെത്തേഡിൽ വി ആർ പ്ലേസിംഗ് ദ ഫോട്ടോമീറ്റേഴ്സ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ടെസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് സാമ്പിൾ ആണ്. അതായത് ഇവിടെ ടെസ്റ്റ് സാമ്പിളിലും സ്റ്റാൻഡേർഡ് സാമ്പിളിലും സ്കാറ്ററിംഗ് ചെയ്യപ്പെട്ട ലൈറ്റ് മാത്രമേ ഈ ഫോട്ടോമീറ്ററിലേക്ക് എത്തുള്ളൂ. അതിനനുസരിച്ചുള്ള കറണ്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം, നെഫ്ലോമീറ്റർ ഈസ് ബേസ്ഡ് ഓൺ ഏതാണ്, സ്കാറ്ററിംഗ് പ്രിൻസിപ്പിൾ ആണ്. സ്കാറ്ററിംഗ് പ്രിൻസിപ്പിൾ ആണ്. സോ എഴുതിക്കോളൂ, nowadays instead of measuring the color we are measuring the current produced using a photometer. Okay അല്ലേ? അതിലെ ഫസ്റ്റ് വൺ in nephelometer which is based on the scattering principle. The photometers are placed at right angles. To the test and standard sample. Okay അല്ലേ? Yes. And in Bailey's method ലാണെങ്കിലോ, നമ്മൾ എന്താ പറയുന്നത്, ഇതാണ് നമ്മൾ ടെസ്റ്റ് സാമ്പിൾ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സാമ്പിൾ. ഓക്കെ അല്ലേ? ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ലൈറ്റ് ഇലൂമിനേറ്റ് ചെയ്യാണ്. യെസ്, ലൈറ്റ് നമ്മൾ ഇലൂമിനേറ്റ് ചെയ്യാണ്. ആൻഡ് എവിടെയാണ് നമ്മൾ, യെസ്, വി ആർ പ്ലേസിംഗ് ദ ഫോട്ടോമീറ്റർ റൈറ്റ് ബിഹൈൻഡ് ദ ടെസ്റ്റ് സാമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് സാമ്പിൾ അല്ലേ? ഇപ്പം നമ്മൾ ഫോട്ടോമീറ്റർ പ്ലേസ് ചെയ്യുന്ന എവിടെയാണ്, ഈ ഒരു ടെസ്റ്റ് സാമ്പിളിൻ്റെയും സ്റ്റാൻഡേർഡ് സാമ്പിളിൻ്റെയും പുറകിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലേ? നേരത്തെ റൈറ്റ് ആംഗിളിലാണ് വെച്ചിരിക്കുന്നത് നെഫ്ലോമീറ്ററിൽ. ഇപ്പം നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത്, ടെസ്റ്റ് സാമ്പിളിൻ്റെയും സ്റ്റാൻഡേർഡ് സാമ്പിളിൻ്റെയും തൊട്ട് ബാക്കിലായിട്ടാണ് വെക്കുന്നത്. ഓക്കെ അല്ലേ? ഇതൊരു ബാക്കിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, 2 ഡയമെൻഷനിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. അതായത് ലൈറ്റ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, ലൈറ്റ് സ്കാറ്റർ ചെയ്തിട്ടല്ല, ലൈറ്റ് അബ്സോർബ് ചെയ്തതിന് ശേഷമുള്ള ലൈറ്റാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് വന്ന് മുട്ടുന്നത്, ഫോട്ടോമീറ്ററിലേക്ക് വന്ന് മുട്ടുന്നത്. അത് കാരണമാണ് കറണ്ട് ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ദ ബെയ്ലീസ് പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ഏതാണ്, അബ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ ആണ്. യെസ്, ഓക്കെ അല്ലേ? സോ നെഫ്ലോമീറ്റർ ഏതായിരുന്നു, ബേസ്ഡ് ഓൺ സ്കാറ്ററിംഗ് പ്രിൻസിപ്പിൾ ആണ്, ചോദിക്കാറുണ്ട്. ബെയ്ലീസ് എന്താണ്, ബേസ്ഡ് ഓൺ അബ്സോർപ്ഷൻ ആണ്. ഓക്കെ, ഓർത്തിരിക്കാൻ എന്ത് പറയാം, ബെയ്ലീസിൽ ബി ഉണ്ട്, അബ്സോർപ്ഷനിൽ ബി ഉണ്ട്. ഓക്കെ അല്ലേ? ബി ഫോർ ബി. നെഫ്ലോമീറ്ററിൽ എന്തില്ല, ബി ഇല്ല. സോ നെഫ്ലോമീറ്റർ സ്കാറ്ററിംഗ് ആയിരിക്കും. ബെയ്ലീസിൽ ബി ഉണ്ട്, അബ്സോർപ്ഷനിൽ ബി ഉണ്ട്. സോ ബി ഫോർ ബി ആണ്. ദാറ്റ് ഈസ് ബെയ്ലീസ് ഈസ് ബേസ്ഡ് ഓൺ അബ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ ആണ്, നെഫ്ലോമീറ്റർ ഈസ് ബേസ്ഡ് ഓൺ സ്കാറ്ററിംഗ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ അല്ലേ? സോ എഴുതുക, in Bailey's which is based on absorption principle, the photometers are placed behind the test sample and standard sample. The photometers are placed behind the test and standard sample. Okay അല്ലേ? Yes. Next point. നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി യെസ്, മെത്തേഡ് 1ലും 2ലും എങ്ങനെയായിരുന്നു, സിലിക്ക ആഡ് ചെയ്തിട്ടാണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി, അതായത് ഇൻ ബെയ്ലീസ് ആൻഡ് നെഫ്ലോമീറ്റർ ദ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ അഡീഷൻ ഓഫ് ഏതാണ്, ഫോർമാസിൻ ആണ്. ഫോർമാസിൻ എന്ന് പറയുന്ന സാധനമാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് ഹെക്സാമെഥിലീൻ ടെട്രാഅമൈൻ. ഹെക്സാമെഥിലീൻ ടെട്രാഅമൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെക്സാമെഥിലീൻ ടെട്രാഅമൈൻ ആണെന്ത്, ഫോർമാസിൻ എന്ന് പറയുന്നത്. നേരത്തെ സിലിക്കയാണ് ആഡ് ചെയ്തത്, ഇപ്പം എന്താ ആഡ് ചെയ്യുന്നത്, ഫോർമാസിൻ ആണ്. ഓക്കെ അല്ലേ? പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ യൂണിറ്റ് വരാറുണ്ട്, മില്ലിഗ്രാം പെർ ലിറ്റർ യൂണിറ്റ് വരും, പാർട്സ് പെർ മില്യൺ യൂണിറ്റ് വരും. FTU എന്താണ്, FTU ഫോർമാസിൻ ടർബിഡിറ്റി യൂണിറ്റ് എഴുതണം. FTU ഫോർമാസിൻ ടർബിഡിറ്റി യൂണിറ്റ് ആൻഡ് NTU, ഈ 4 യൂണിറ്റാണ് ഇവിടെ യൂസ് ചെയ്യാറുള്ളത്. നെഫ്ലോമീറ്റർ ടർബിഡിറ്റി യൂണിറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ ദ അഡീഷൻ ഓഫ് ഫോർമാസിൻ ആണ്. സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ ദ അഡീഷൻ ഓഫ് ഫോർമാസിൻ in 1 liter of pure water, and the unit is expressed in milligram per liter, parts per million. FTU, that is formasin turbidity unit, and NTU, that is nephlometer turbidity unit. Okay, now
The last one is limit ആണ് of turbidity. Yes, acceptable limit is 1 NTU ആണ്. Then cause for rejection limit is 10 NTU ആണ്. Okay അല്ലേ? So IS specified unit ഏതാണ് of turbidity? ജനറലി പറയുകയാണെങ്കിൽ NTU ആണ്. ഓക്കെ, NTU ആണ്. ഓക്കെ, നിങ്ങൾക്ക് ABCD ഓപ്ഷൻസ് ഉണ്ട്. A എന്താണ്? NTU ആണ്. B എന്താണ്? STU ആണ്. C എന്താണ്? FTU ആണ്. D എന്താണ്? മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ക്വസ്റ്റൻ എങ്കിൽ ആൻസർ ഏതാ വരേണ്ടത്? NTU ആണ്. കാരണം ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 1 NTU to 10 NTU എന്ന് പറയുന്ന ലിമിറ്റ് IS കോഡ് തരുന്ന ലിമിറ്റാണ്. സോ IS സ്പെസിഫൈഡ് യൂണിറ്റ് ഫോർ ടർബിഡിറ്റി ഏതാണ്? NTU ആണ്. NTU ആണ്. ഓക്കെ അല്ലേ? നിങ്ങളോട് പറയാണ് ടർബിഡിറ്റി റോഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും യൂണിറ്റ് വരുന്നത്? STU ആണ്. ജാക്സൺ ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ് യൂണിറ്റ് വരുന്നത്? STU ആണ്. പക്ഷേ മൊത്തത്തിൽ ടർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വേണ്ടത്? NTU ആണ്. ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? സോ ഇതൊക്കെയാണ് നമ്മുടെ ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ എന്താ പറഞ്ഞത്? വി ആർ ടോക്കിംഗ് അബൌട്ട് റോ വാട്ടർ എഞ്ചിനീയറിംഗ്. ക്വാളിറ്റി അറിയാൻ വേണ്ടി ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഉണ്ട്, വിച്ച് ക്യാൻ ബി ഫിസിക്കൽ ആവാം, കെമിക്കൽ ആവാം, ബയോളജിക്കൽ ആവാം. നമ്മൾ ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആണ് പറഞ്ഞത്. ആദ്യം സസ്പെൻഡഡ് സോളിഡ്സ് പറഞ്ഞു, ദെൻ ടർബിഡിറ്റി പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റും എവിടെയെങ്കിലുമൊക്കെ വന്നു പോയ ക്വസ്റ്റ്യൻസ് ആണ്. PSCയിൽ തന്നെ 1-2 തവണ വന്നു പോയ ക്വസ്റ്റ്യൻസ് ആണ്. സോ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. നോട്ട്സ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഉണ്ടാക്കണം. റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഒരുപാട് തിയറി ഉണ്ട്, മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. Revision is also most important, and do maximum number of questions. Okay, we will see in the next session. Thank you.